ഗ്രീൻ എനർജി ഫോറത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ലബ്ബ സാറിനെ ക്ഷണിക്കുകയാണ്. ലബ്ബ സാർ, പ്ലീസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ പ്രോഗ്രാം വളരെ നന്നായി കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന VKD സാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും സമയവും എനർജിയും ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് ഇതിനെല്ലാം പ്രയോജനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. സാറിന്റെ വക എന്തെങ്കിലും ഉണ്ടോ പറയാൻ? യെസ് സർ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കുട്ടികളെ, നമ്മൾ കൊല്ലം ജില്ലയിൽ 83 സ്ഥാപനങ്ങൾ, അതായത് കോളേജ്, സ്കൂൾ ഉൾപ്പെടെ ഈ പ്രോജക്റ്റ് നടന്നു വരികയാണ്. ഇത് കൂടാതെ ആലപ്പുഴ ജില്ലയിൽ 65 സ്ഥാപനത്തിലും ഈ പ്രോജക്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തവണ നമ്മൾ ഉദ്ദേശിച്ചത്, കഴിഞ്ഞ മീറ്റിങ്ങിൽ ടീച്ചേഴ്സിനെ മാത്രമാണ് വിളിച്ചിരുന്നത്. ഇത്തവണ ടീച്ചേഴ്സിനെ കൂടാതെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരു ലീഡറിനെയും കൂടെ പങ്കെടുപ്പിക്കുന്നത് പറഞ്ഞിരുന്നു. പക്ഷെ അതനുസരിച്ചുള്ള അത്രയും ആൾക്കാർ കാണുന്നില്ല. എങ്കിലും നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ രീതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ച് ആയിരിക്കും പ്രൊഫസർ VK ദാമോദരൻ സാർ പറയുന്നത്. VK ദാമോദരൻ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഗ്രീൻ എനർജി ഫോറത്തിന്റെ പ്രസിഡന്റാണ്. എനർജി മാനേജ് സെന്ററിന്റെ ഫൗണ്ടറായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ 96 എനർജി കൺസർവേഷൻ ക്ലബ്ബുകൾ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ സഹായത്തോട് നടപ്പിലാക്കിയതിൽ ഞങ്ങൾ ലബ്ബ സാറും ദാമോദരൻ സാറും ഞാനൊക്കെ ആയിരുന്നു നടത്തിയിരുന്നത്. അതിന്റെ അടുത്തൊരു സ്റ്റേജ് എന്ന രീതിയിലാണ് നമ്മൾ ഈ കാർബൺ ന്യൂട്രാലിറ്റി പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ദാമോദരൻ സാറിനെ ക്ഷണിക്കുന്നു. ദാമോദരൻ സാർ, പ്ലീസ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത് മുഖ്യമായും എങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് തുടങ്ങേണ്ടത്. അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. കൊല്ലം ജില്ലാ ഗ്രൂപ്പും ആലപ്പുഴ ജില്ലാ ഗ്രൂപ്പിലും ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ഈ എല്ലാ ഗ്രൂപ്പുകൾക്കും മൊത്തത്തിൽ കാണുന്ന ഒരു സംശയം ഈ ഇന്നൊവേഷന് വേണ്ടി എങ്ങനെയാണ് പ്രോജക്റ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. മറ്റ് ചിലർക്ക് ഉള്ള സംശയം, ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഇൻവെൻഷനാണോ, അതായത് കണ്ടുപിടുത്തങ്ങളാണോ, എങ്കിൽ അതെങ്ങനെ കണ്ടുപിടുത്തം ചെയ്യാനുള്ള സമയമുണ്ടോ, പണമുണ്ടോ, പദാർത്ഥങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ ചില സംശയങ്ങളൊക്കെയാണ്. പക്ഷെ ഇന്നൊവേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എവിടെയും ഇന്നൊവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നലെ വരെ ഇല്ലാത്ത എന്തെങ്കിലും പുതിയൊരു മാറ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു അഡീഷൻ, നമ്മൾ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുക, പഴയതിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തി അതിനെ കൂടുതൽ സുഗമമോ, അല്ലെങ്കിൽ കൂടുതൽ ചെലവ് കുറഞ്ഞതോ, കൂടുതൽ സൗകര്യമുള്ളതോ, കൂടുതൽ കാര്യക്ഷമമായതോ, അല്ലെങ്കിൽ കൂടുതൽ നേട്ടം തരുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായി, അല്ലെങ്കിൽ ഒരു പദാർത്ഥമായി, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമായി നമുക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ ആ ഒരു മാറ്റത്തെ നമുക്ക് ഇന്നൊവേഷൻ എന്ന് പറയാം. പൊതുവെ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു പ്രവർത്തന രീതി ഉണ്ടാക്കലാണ് ഇന്നൊവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവെൻഷൻ അങ്ങനെയല്ല. ഒരു പുതിയൊരു സാധനം കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു കാര്യം ഒരു തത്വത്തിലോ അല്ലാതെയോ ഒരു സാധനം കണ്ടെത്തി അത് മറ്റുള്ളവരുടെയൊക്കെ അംഗീകാരം അതിന് കിട്ടുമ്പോൾ, അതായത് ഒരാൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അതേപോലെ ചെയ്തു നോക്കി അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരു സംഗതി ലോകമെമ്പാടും നമ്മൾ കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തും.
വളരെയധികം അതിന് ഡിമാൻഡ് ഉണ്ടാവും. അങ്ങനെ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആരും അത് തൽക്കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നാതെ ചിലപ്പോൾ അവിടെ വെച്ചിരിക്കും. ആ ആശയത്തിന് ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാലേ പുതിയൊരു കാഴ്ചപ്പാട് വരുള്ളൂ. അപ്പോൾ ഇന്നവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്. ഈ പ്രോജക്റ്റിലത്തെ ഇന്നവേഷൻ ഒരു പ്രത്യേകതയുള്ളത്, പല ഗ്രൂപ്പുകളും ഞങ്ങളുമായിട്ട് ഇമെയിൽ ബന്ധപ്പെടുന്ന ഒട്ടേറെ ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാം തന്നെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇന്നവേഷൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് IREയുടെ തീരുമാനവും ഈ പ്രോജക്റ്റിനുള്ളത്, ഈ പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ തന്നെ കാർബൺ ന്യൂട്രൽ ലിവിങ് ഫോർ എൻവയൺമെൻ്റൽ സസ്റ്റൈനബിലിറ്റി, അതായത് ശാശ്വതമായ പരിസ്ഥിതി മേന്മ ഉറപ്പുവരുത്താൻ വേണ്ടി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. അതായത് ഇന്നലെ വരെ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രവർത്തനം, പഠിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ, അങ്ങനെ ഏത് രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാലും ചെറിയ ചെറിയ അളവിൽ കാർബൺ വമനം ഉണ്ടാവും, എമിഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെ എങ്ങനെ കുറച്ചുകൊണ്ട്, പക്ഷേ നമ്മുടെ പ്രവർത്തനം നിർത്തണമെന്നല്ല അതിനർത്ഥം. നമ്മൾ എന്തുദ്ദേശിച്ചോ അത് നമുക്ക് കിട്ടണം. അത് കിട്ടുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കാർബൺ വമനം ഏതാണ്ട് മുഴുവൻ പൂജ്യമാവണമെന്നില്ല, ഏതാണ്ട് നമ്മൾ അവഗണിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇന്നവേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ആരാണ് ഇന്നവേറ്റേഴ്സ്? നമ്മുടെ കുട്ടികളാണ്. അത് നമ്മൾ 3 തട്ടുകളിലുള്ള കുട്ടികളുണ്ട്. അതായത് 3 പ്രായ ഗ്രൂപ്പുകളിൽപ്പെട്ട. ഒന്ന്, ഏറ്റവും പ്രായം കുറഞ്ഞവർ നമ്മുടെ UP തലത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകളാണ്. രണ്ടാമത്തത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇങ്ങനെയൊക്കെയുള്ള ഏതാണ്ട് ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളുടെ ഗ്രൂപ്പാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് കോളേജുകളിലേക്ക്, അല്ലെങ്കിൽ പോളിടെക്നിക് കോളേജുകളിലേക്ക്, അല്ലെങ്കിൽ ട്രെയിനിങ് കോളേജുകളിലേക്കൊക്കെ ചേർന്നിട്ടുള്ള അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ, കുറച്ചുകൂടി മുതിർന്ന വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പാണ്. ഇങ്ങനെ 3 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഏതായാലും, ഏത് പ്രായ ഗ്രൂപ്പിലായാലും എല്ലാവരും അവശ്യം ചെയ്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് നമ്മൾ ചില പ്രോജക്റ്റുകളുടെ ചില ഉദാഹരണത്തിലേക്ക് ഞാൻ കടക്കും. അങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അതേപോലെയുള്ള ഒരു പ്രോബ്ലം അത് തന്നെ ആവണമെന്ന് ഒരിക്കലും പറയില്ല. അതിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് ചില്ലറ മാറ്റങ്ങളോടെ ആകാനും വിരോധമില്ല. എന്നാലും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രോബ്ലം തിരഞ്ഞെടുക്കണം. അത് എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുക്കണം. എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. അതിന് ഘട്ടം 1 എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പിൽ 4 പേരാണല്ലോ. ഈ 4 പേരും അവരവർ താമസിക്കുന്ന വീടുകളുടെ ചുറ്റും, അവരവർ പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെ ചുറ്റും, അല്ലെങ്കിൽ വരുന്ന വഴിയിൽ പോകുന്ന വഴിയിലൊക്കെയുള്ള എന്തെങ്കിലും നിങ്ങൾ വ്യത്യസ്തമായി പരിസ്ഥിതിയുടെ സ്ഥിതി മോശമായിരിക്കുന്ന പരിസ്ഥിതി എവിടെയുണ്ടോ അത് നിങ്ങൾ കാണുകയും, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ 4 പേരും ചിലപ്പോൾ കണ്ടിരിക്കുന്നത് 4 പ്രശ്നങ്ങളെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 4 പേരും കൂടി ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യണം. നമുക്കൊരു പ്രോബ്ലം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 4 പേരും 4 പ്രോബ്ലമാണ് കണ്ടെത്തിയതെങ്കിൽ തീർച്ചയായും ചർച്ച ചെയ്ത് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മളുടെ പ്രവർത്തനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പരസ്പരം ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ താരതമ്യപ്പെടുത്തി നോക്കാം. ഇതിൽ ഓരോന്നിലും നമുക്ക്
ചെയ്യാനുള്ളത് വേറൊരു ജഡ്ജിങ് കമ്മിറ്റി നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഏതായിരിക്കും കൂടുതൽ അഭികാമ്യം, ഏതായിരിക്കും കൂടുതൽ അവർ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെ ആസ്വദിക്കുക, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, അതിനെ കൂടുതൽ വിലയിരുത്തുന്ന ഒരു പ്രോബ്ലം എടുക്കുന്നതായിരിക്കും നല്ല ഈ 4-1. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 4 പേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാവില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ചർച്ച ചെയ്തിട്ട് ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെൻറ്റർ ടീച്ചറുമായി ഈ 4 അല്ലെങ്കിൽ 2, നിങ്ങൾ എത്രയായാലും ഒന്നിലധികം ആണ് നിങ്ങളുടെ കണ്ടുപിടുത്തം എങ്കിൽ, അതായത് പ്രശ്നം കണ്ടെത്തുന്നതെങ്കിൽ, ഇതിൽ ഏതായിരിക്കും നല്ലത് എന്ന് അധ്യാപകനോട് ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നു, പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക്, പ്രത്യേക പ്രശ്നത്തിലേക്ക് നമ്മൾ വരുന്നു. ആ പ്രശ്നം നമുക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കൂടി റിപ്പോർട്ട് ചെയ്യുക. എന്തിനാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് നോക്കി അത് നല്ലതാണോ, അല്ലെങ്കിൽ അതിനെ ഇതേ പ്രോബ്ലത്തിന് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ വേർഡ് ചെയ്ത് എഴുതിയാൽ അത് കൂടുതൽ ആകർഷകമാകുമോ എന്ന് നമുക്ക് ചെറിയ നിർദ്ദേശം തരാൻ കഴിയും. അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, സ്വീകരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. എങ്ങനെയായാലും അങ്ങനെ ഒരു അഭിപ്രായം കൂടി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അവസാനം നിങ്ങളുടെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനെ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തവരെ മാത്രമേ ഞങ്ങൾ വിളിക്കൂ. ഇപ്പൊ മനസ്സിലായല്ലോ? അതായത് നിങ്ങളുടെ ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് ഞങ്ങൾ എഴുതി അറിയിച്ചില്ലെങ്കിൽ നിങ്ങളോട് പിന്നെ ഞങ്ങൾ അങ്ങനെ നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നായിരിക്കും ഞങ്ങൾ കരുതുക. കാരണം നിങ്ങളുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, അല്ല അഭിപ്രായ വിനിമയമോ ഇല്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രോബ്ലത്തെ ഞങ്ങൾക്ക് അറിയിക്കും. ഇനി അടുത്തത്, പലപ്പോഴും സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ഇങ്ങനെയുള്ള ഒരെണ്ണത്തിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഒരു സ്വീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ മെൻറ്റർ ടീച്ചർ, അധ്യാപകൻ അത് എഴുതുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനെ ഏൽപ്പിക്കും. അത് ആ എഴുത്ത് കണ്ടാൽ തന്നെ ഞങ്ങൾക്കൊക്കെ തന്നെ ഇത് വിലയിരുത്തുന്ന ആളുകൾക്ക് അത് ഒരു അധ്യാപകൻ എഴുതി കൊടുത്താണെന്ന് മനസ്സിലാവും. നേരെ മറിച്ച് നിങ്ങൾ 4 പേരും കൂടി ആലോചിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാചകം തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം തൃപ്തികരമായിരിക്കും. എന്ന് മാത്രമല്ല, അവസാനം നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വിലയിരുത്തുമ്പോൾ 3 കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കുക. ഒന്ന്, എങ്ങനെയാണ് ഇവർ ഈ പ്രോബ്ലം കണ്ടെത്തിയത്? പ്രോബ്ലം കണ്ടെത്തിയാൽ മാത്രം പോരാ, എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ എഴുതി വച്ചിരിക്കണം. അത് നിങ്ങൾ ഈ പ്രോബ്ലം ഞങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോൾ, അഭിപ്രായത്തിന് റെഫർ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ 4 പേരും ചുറ്റുപാടും നോക്കി, ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഞങ്ങളുടെ വീട്ടിന് ചുറ്റും അല്ലെങ്കിൽ സ്കൂളിന് ചുറ്റും അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക്, അതല്ലെങ്കിൽ ഞങ്ങൾ കേട്ടറിഞ്ഞത് കൊണ്ട് ഞങ്ങൾ അവിടം വരെ നടന്നു പോയി ഈ പ്രശ്നം കാണുകയും അത് പരിഹരിക്കപ്പെടേണ്ട ഒരു നല്ല അല്ലെങ്കിൽ ഗൗരവമായ ഒരു പ്രശ്നമാണ് എന്ന് തോന്നുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം എടുത്തു. അതല്ലെങ്കിൽ ഞങ്ങൾ 4 പേരും പോയിട്ട് ഞങ്ങൾ 2 പ്രശ്നങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ 3 പ്രശ്നങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ 4 പ്രശ്നങ്ങൾ കണ്ടെത്തി. അതിൽ നിന്ന് ഞങ്ങൾ പരസ്പര ചർച്ചയ്ക്ക് ശേഷം ഇന്ന പ്രോജക്റ്റിൽ ഞങ്ങൾ കേന്ദ്രീകരിക്കാം എന്ന് സ്വയം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതി, ഞങ്ങളിപ്പോൾ അവസാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഇതാണ് എന്നറിയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോബ്ലം കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നൊവേഷൻ്റെ കാര്യത്തിൽ നമ്മളുടെ ഒബ്സർവേഷൻ, നിരീക്ഷണം കൊണ്ട് നാം കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ, അതിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ അന്വേഷണവും, അതായത് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് നമ്മുടെ അധ്യാപകരോട് ചോദിക്കാം, വീട്ടിലുള്ള അച്ഛനമ്മമാരോട് ചോദിക്കാം, നാട്ടിലുള്ള അറിവുള്ള വേറെ ആരോട് വേണമെങ്കിലും
നമുക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് നമ്മൾക്ക് അതിനുള്ളൊരു ഉത്തരം കണ്ടെത്തി കഴിയുമ്പോൾ തീർച്ചയായും അതിന് ആ പ്രവർത്തനത്തിന് തന്നെ വളരെ നല്ലൊരു ശക്തി ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? 4 പേരും കൂടി കൂട്ടായി ആലോചിച്ച് ഒരു പ്രശ്നം കണ്ടെത്തുക, അതിന് നമ്മളെ അറിയിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നം കണ്ടെത്തിയതും നിങ്ങൾ എവിടെയൊക്കെ പോയി എന്തെല്ലാം നോക്കി എന്തെല്ലാം കണ്ടു എന്നുള്ളത് വളരെ ഹ്രസ്വമായിട്ട്, വലിയ വലിയ സെൻറ്റൻസ് ഒന്നും ആവശ്യമില്ല, പോയിന്റ്സ് ആയിട്ട് നിങ്ങളുടെ വർക്ക് ബുക്ക് ഉണ്ടല്ലോ അതിൽ തീയതി കണക്കിന് എഴുതണം. എന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും, 2-3 ദിവസം നോക്കിയതിന് ശേഷമായിരിക്കും നിങ്ങൾ ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നത്. കുഴപ്പമില്ല, അതിൽ ഓരോ ദിവസവും നിങ്ങൾ ഇതിൻ്റെ അന്വേഷണത്തിൽ ചെയ്ത കാര്യം എഴുതുക. അങ്ങനെ അതിൽ ഒരു ചില പേജിൽ ആകെ 3 വരിയേ ഉണ്ടാവുള്ളൂ, പക്ഷേ ആ 3 വരി അന്നത്തേക്ക് എഴുതുക. അതേ പേജിൽ തന്നെ അടുത്ത ഡേറ്റിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എഴുതാം, അതൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ ഓരോ ഡേറ്റിനും നിങ്ങൾക്ക് ഒരു പേജ് വീതം മാറ്റി വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ വൃത്തിയായി ഈ പുസ്തകം എഴുതുന്നതിനും അവസാനം പ്രോജക്റ്റ് നിങ്ങൾ ഇതിൻ്റെ പരിഹാരം നിങ്ങൾ എഴുതി അറിയിക്കുമ്പോൾ അതോടൊപ്പം നിങ്ങളുടെ ഈ വർക്ക് ബുക്ക് കൂടി സബ്മിറ്റ് ചെയ്യണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർക്ക് ബുക്ക് എങ്ങനെ എഴുതിയിരിക്കുന്നു, എങ്ങനെ നിങ്ങൾ അതിൽ വർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതിനെ ജഡ്ജ് ചെയ്യുന്ന കമ്മിറ്റിക്കാർക്ക് മനസ്സിലാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങൾ വർക്ക് ബുക്കിൽ ഈ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കണം. അത് എത്രയും വൃത്തിയായും കൃത്യമായും ക്രമമായും എഴുതി വെച്ചിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടും. ഹലോ സാർ. ശരി, കുഴപ്പമില്ല. അപ്പോൾ ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞല്ലോ. നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രോബ്ലം കണ്ടുപിടിക്കേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ്. പക്ഷെ അധ്യാപകർക്ക് ആ പ്രോബ്ലം നിങ്ങൾ എഴുതിയതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ തരാം. അതുകൂടി സ്വീകരിച്ച് നിങ്ങൾ അത് മാറ്റി എഴുതി അയക്കണം. നിങ്ങൾ എഴുതിയാണെന്ന് ഞങ്ങൾക്കെന്നല്ല, ഇതിനു വേണ്ടി നമ്മൾ ഓരോ ഇതൊരു ജഡ്ജിങ് കമ്മിറ്റികളൊക്കെ ഉണ്ടാകും പല ഘട്ടങ്ങളിൽ. ആ ആളുകൾക്കൊക്കെ ബോധ്യമാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധം. അതിനാണ് ഈ നോട്ട്ബുക്ക് തന്നിരിക്കുന്നത്. ഇന്നിപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ വേറൊരു കടലാസിൽ കുറേ പോയിന്റ്സ്, ഞാൻ പറയുന്ന പോയിന്റുകളിൽ പലതും നിങ്ങൾക്ക് ഇന്നലെ വരെ നിങ്ങൾ അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യമാണ് എന്ന് തോന്നുക, അതല്ലെങ്കിൽ ഇത് പ്രസക്തമാണ് എന്ന് തോന്നുക. അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ഇന്നത്തെ നോട്ട്സിൽ നിങ്ങൾക്ക് എഴുതാം. ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്നയാളുടെ ക്ലാസ് കേട്ടു, അതിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് എന്ന്. ഇതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അവിടെ എഴുതി വെക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡയറി പോലെ നിങ്ങൾ അധികം എഴുതണമെന്നില്ല, പക്ഷെ ഓരോ ദിവസവും ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ചെറിയ ചെറിയ വാക്കുകളായിട്ടോ സെൻറ്റൻസുകളായിട്ടോ അവിടെ വൃത്തിയായി എഴുതി വെക്കണം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ചുറ്റും നോക്കി എന്തൊക്കെ കാണാം, എന്തൊക്കെ ഇതിന് പ്രോബ്ലത്തിന് നമ്മളൊരു പ്രശ്നമാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ എന്തൊക്കെ ആവാം എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ അധ്യാപകർ മാത്രമേ ഇതിലുള്ളൂ, വിദ്യാർത്ഥികളില്ലെങ്കിൽ അവരവരുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ ഇതിലില്ലെങ്കിൽ, ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടുന്നത് അധ്യാപകരോ അല്ലെങ്കിൽ പങ്കെടുത്ത ഒരാളല്ലേ പങ്കെടുക്കുന്നുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി ഇന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഹ്രസ്വമായ ഒരു വിവരണം കൊടുത്തിരിക്കണം. അത് കേട്ട് കഴിഞ്ഞ് അവര് അന്നത്തെ ഡയറിയിൽ നിങ്ങൾ എപ്പോഴാ പറഞ്ഞു കൊടുത്തത്? ഹലോ ഹലോ അല്ല സാർ, ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. അല്ലല്ല, ആ ഡൗട്ടുകൾ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അതായത് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1-2 ചോദ്യങ്ങളാവാം. പെട്ടെന്ന് ചോദിച്ചോളൂ. ശരി, ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത്. ഒരു ദിവസം ചെയ്യുന്ന കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണോ? അതെ,
അങ്ങനെ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും എഴുതി വെക്കണം. അപ്പോഴാണ് ഒരു നിങ്ങൾ ദിവസം എത്രയധികം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനാണല്ലോ ഓക്കെ മാർക്ക്. മനസ്സിലായല്ലോ? താങ്ക് യു സാർ. ഈ ശരി. ചോദ്യം ചോദിക്കുന്ന ആള് വീഡിയോ ആണെങ്കിൽ ഓൺ ഇനി ചെയ്ത് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്? സാർ, ഒരു ചോദ്യമുണ്ട്. പറയൂ. സാറേ, നമ്മുടെ സൊല്യൂഷന് ഫിസിക്കലും ഡിജിറ്റലും ആവാൻ പറ്റുമോ? അതായത് മിക്സ്ഡ് ആവാൻ പറ്റുമോ? ഒരു ഭാഗം ഫിസിക്കൽ ഒരു ഭാഗം ഡിജിറ്റൽ ആവാൻ പറ്റുമോ? അങ്ങനെ ഇതിൽ വിഷയമേ ഇല്ല. ഒരു പ്രശ്നമാണ്. ഒരു പ്രശ്നത്തിൽ 1, 2, 3, 4 വിഷയങ്ങൾ വന്നെന്ന് വരാം. ചിലപ്പോൾ അതിൽ ഫിസിക്സ് ഉണ്ടാവും, ചിലപ്പോൾ കെമിസ്ട്രി ഉണ്ടാവും, ചിലപ്പോൾ ചില എൻജിനീയറിംഗ് ഉണ്ടാവും, ചിലപ്പോൾ ചില പുതിയ അല്ലെങ്കിൽ പഴയ ടെക്നോളജി ഉണ്ടാവും, കണക്കുണ്ടാവാം, എന്ത് വിഷയം വേണമെന്ന് വെച്ചാൽ ആവാം. നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എടുക്കേണ്ടത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പോഴത്തെ പുതിയ പല ടെക്നോളജികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുമോ എന്ന് വെച്ചാൽ അതൊക്കെ വരും. അത് ഞാൻ വിഷയങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുകയും അതിനെ തുടർന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചിന്തിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതിന് ഞാൻ ഇനി ഒരുപാട് കഥകൾ പറയാൻ പോവാണ്. ഇനി തുടങ്ങാം. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ വർക്ക് ബുക്ക് ചെയ്യേണ്ടത്. ഒക്കെ എഴുതണം. അപ്പോഴല്ലേ ഇതൊരു വർക്ക് ബുക്ക് ആവുള്ളൂ. താങ്ക് യു സാർ. ഒരു വർക്ക് ബുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വർക്കൊക്കെ അവിടെ കാണണ്ടേ? അപ്പൊ എഴുതാൻ പറഞ്ഞോ. ഇത് മലയാളത്തിൽ തന്നെ എഴുതണമെന്നുണ്ടോ അതോ ഇംഗ്ലീഷിലും എഴുതാമോ? ഏത് ഭാഷയിൽ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, താങ്ക്സ്. ശരി, ഓക്കെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാമല്ലോ. ശരി. ആദ്യമായിട്ട് ഞാൻ ഒരു വിഷയമായിട്ട്, ഇപ്പം ഞാൻ ഒരു കുട്ടിയാണെന്നും നിങ്ങളെപ്പോലെ വിഷയം അന്വേഷിച്ച് നടക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ കാണുന്ന ആദ്യം കണ്ടൊരു പ്രശ്നം, പല സ്ഥലങ്ങളിലും കേരളത്തിൽ പോലും ജലക്ഷാമമുണ്ട്. അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇതിലത്തെ നമ്മുടെ ഇന്നവേഷൻ എന്താണ്? ഈ ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഇന്നലെ വരെ ഇല്ലാത്തൊരു രീതിയിൽ നിങ്ങൾ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നു. അതെങ്ങനെയെന്നുള്ളത് നമ്മളിപ്പോൾ പറയില്ല. ഈ പ്രോജക്റ്റിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രശ്നം ഏതെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്ത പോലെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ ഓരോ പ്രശ്നത്തിനും എങ്ങനെയാണ് നിങ്ങൾ ഉത്തരം കണ്ടെത്തുന്നത്, എന്ത് കണ്ടെത്തി എന്നുള്ളത് അത്രയും പ്രധാനമല്ല. തീർച്ചയായും നല്ല കാര്യങ്ങൾ കണ്ടെത്തിയാൽ അതിന് ഒരുപാട് നല്ല മാർക്ക് കിട്ടും, സമ്മാനങ്ങൾ കിട്ടും, സർട്ടിഫിക്കറ്റുകൾ കിട്ടും. പക്ഷേ അതിനേക്കാൾ പ്രധാനം നിങ്ങൾ എന്ത് കണ്ടെത്തി, അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അത് വളരെ നല്ലതാണോ അത്രയും നല്ലതല്ലാത്തതാണോ എന്നുള്ളതല്ല ചോദ്യം. നമുക്ക് വേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് എത്തിയെന്നുള്ളതാണ്. കാരണം ശരിയായ ഉത്തരങ്ങളിലേക്ക് എത്തുന്ന കുട്ടിയുടെ മനസ്സ് അവന് ഇന്നവേഷൻ്റെ, അതായത് പുതിയ സംഗതികൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഉള്ള അവൻ്റെ മനസ്സിൻ്റെ കഴിവിനെയാണ് കാണിക്കുന്നത്. അതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ നിങ്ങളുടെ ആ കഴിവ് വളർത്താനും ഏത് ലെവലിൽ അത് എത്തി എന്നുള്ളത് വിലയിരുത്താനുമാണ് ഈ പ്രോജക്റ്റ്. മനസ്സിലായോ? അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും വിദ്യാലയങ്ങളിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ, കാരണം ഇപ്പോഴും ഒരു 80, 60, 150 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കോളേജുകളടക്കം 150 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശരാശരി 5 or 6 ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നു. ഈ ഗ്രൂപ്പുകൾ ഇത്രയും സ്ഥാപനങ്ങൾ 150 × 6 സ്ഥാപനങ്ങളിൽ ഗ്രൂപ്പുകളിൽ ഇത്രയും ഓരോ ഗ്രൂപ്പും ഓരോ പ്രശ്നം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളത് നമ്മൾ കണ്ടെത്തുന്നു. എല്ലാവരുടെയും കൂടി ലിസ്റ്റ് എടുത്ത് വെക്കുമ്പോൾ, നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, ആലപ്പുഴ ജില്ലയിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽ ചിലതെങ്കിലും
നിങ്ങൾ ഭംഗിയായിട്ട് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ കഴിവിനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ അധ്യാപകരും ഓർക്കണം. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പലരുമായിട്ട് ആലോചിച്ചിട്ട് വളരെ വലിയ നല്ല സൊല്യൂഷൻസോ അല്ലെങ്കിൽ നല്ലൊരു പ്രോബ്ലമോ ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കറിയേണ്ടതല്ല. ഈ കുട്ടികൾ, ഓരോ ഗ്രൂപ്പിലുമുള്ള കുട്ടികൾ, അവർ കൂട്ടായിരുന്ന് ആലോചിച്ച് അവർ നിരീക്ഷണം നടത്തി അതിൽ നിന്ന് അവർ ചർച്ച ചെയ്ത് ഒരു പ്രശ്നത്തിലേക്ക് അവസാനം വരികയാണ്. അത് വളരെ വലിയൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് ചെയ്യണം. രണ്ട്, നിങ്ങൾ പലരോടും അന്വേഷിച്ച് ഒരുപക്ഷെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട്, അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താവുന്നതിനെ കുറിച്ച് ഉള്ള ചില ക്ലാസ്സുകളും താമസിയാതെ തന്നെ വരും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ആ പ്രശ്ന പരിഹാരമുണ്ടല്ലോ, ഉത്തരം, അത് തീർച്ചയായും നിങ്ങളെ തന്നെ ഞെട്ടിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഈ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും അവരുടെ മൈക്ക് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇനി പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ജലക്ഷാമത്തെ കുറിച്ച് പറഞ്ഞു. ഇതിൽ എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ റേഷ്യോ, അനുപാതത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഞാൻ ഒരു റേഷ്യോ പറയും. 70-20-10 എന്ന് പറഞ്ഞാൽ 2-3 കൂട്ടിയാൽ 100 ആവും അല്ലേ? 70-20-10. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കേരളത്തിലും ലോകമെമ്പാടും നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൻ്റെ ഉപയോഗം 3 ഇനങ്ങളിൽ കൊടുത്തിരിക്കുകയാണ്. അതിൽ 70 എന്ന് പറയുന്നത് ജലസേചനത്തിന് വേണ്ടി, അതായത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളമാണ് 70. അതായത് നമ്മൾ 100 ലിറ്റർ വെള്ളം നമ്മൾ ഭൂമിയിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 70ഉം നമ്മൾ ഉപയോഗിക്കുന്നത് കൃഷിക്കും, അതായത് ജലസേചനത്തിന് വേണ്ടി, മുഖ്യമായും കൃഷി തന്നെ, അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി 20 വ്യാവസായിക അല്ലെങ്കിൽ കച്ചവടാടിസ്ഥാനത്തിലുള്ള, ഒരു ഹോട്ടൽ നടത്തുകയാണ്. അതിന് നമുക്കൊരു വ്യവസായം എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഒരു ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്കാണ് 20. 10 എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ്. നമ്മൾ കുളിക്കാനും കുടിക്കാനും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന, അലക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കണക്കാണ്. അതായത് 100 ലിറ്റർ വെള്ളം എടുത്താൽ അതിൽ ലോകമാസകരെ ഉള്ളത് ഏകദേശം ഈ റേഷ്യോ ആണ്. ഇപ്പോൾ യൂറോപ്പിലും ചില രാജ്യങ്ങളിലൊക്കെ പോയാൽ അത് 70 അല്ലെങ്കിൽ 69, 18, 12 ഒക്കെ ആവും. വീട്ടിലുള്ള അവിടെ കുറച്ച് 10-ന് പകരം 12 മറ്റേ ഇൻഡസ്ട്രിയൻ്റെ അതിന് 18% മൊത്തം. അപ്പം ഇത് ഏതാണ്ട് ഒരു ഊഹമായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ കണക്കുകളും കഴിഞ്ഞ കുറേ വർഷത്തെ കണക്കുകൾ നോക്കിയപ്പോൾ ഈ അനുപാതം ഏതാണ്ട് ശരിയാണെന്ന് തോന്നി. അപ്പം ഞാൻ ജലക്ഷാമം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചോദ്യം, നമ്മളെപ്പോഴും കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാത്തപ്പോഴാണ് നമ്മൾ ക്ഷാമം എന്ന് പറയുക. ഈ കൃഷിക്ക് വെള്ളം മുഴുവൻ കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാര്യമായിട്ടൊന്നും, അത് വളരെ ഗുരുതരമല്ലെങ്കിൽ നമ്മൾ പറയില്ല. വ്യവസായത്തിൻ്റെ കാര്യങ്ങൾ അവർ നോക്കും, അതിനെക്കുറിച്ച് പറയും, കച്ചവടത്തിനും ഒക്കെ ഉള്ളതൊക്കെ അവരുടേതാണ്. അപ്പോൾ പലപ്പോഴും ജലക്ഷാമം എന്ന് പറയുമ്പോൾ ഈ 20ഉം 10ഉം മേഖലകളിലാണ്. അതായത് വ്യാവസായിക, കച്ചവട ആവശ്യങ്ങൾക്ക്, അതുപോലെ തന്നെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കുള്ള ക്ഷാമം വരുമ്പോഴാണ് നമ്മൾ ജലക്ഷാമത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഇപ്പോൾ എന്താ മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പല ആളുകളെയും കണ്ട് പല കണ്ടുപിടുത്തമൊക്കെ ഉണ്ട്. പക്ഷെ ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 20-ലും 10-ലും ക്ഷാമമുണ്ടെങ്കിൽ നമുക്ക് 70-നെ 60 കഴിയുമോ? അതായത് കൃഷിക്കുള്ള വെള്ളം 60 നമുക്ക് കൃഷി, അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം കുറയാതെ തന്നെ നമുക്ക് 60 കൊണ്ട് നേടാമെങ്കിൽ ആ 10 നമ്മൾ ആവശ്യം പോലെ പങ്കിട്ട് 20-ലേക്കും 10-ലേക്കും ചേർത്തിയാൽ അവിടുത്തെ ക്ഷാമം വരുന്ന കുറച്ച് വർഷങ്ങളിലേക്കെങ്കിലും പരിഹരിക്കാൻ കഴിയും. ഇതൊരു ഇന്നവേറ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ. അതായത് ഇന്നലെ വരെ നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമാണ്. കൃഷിക്ക് നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുന്നു. അപ്പം നമ്മൾ ഇപ്പം മൊത്തത്തിൽ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിൽ 70-നെ 60
കുഴപ്പമില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. പക്ഷേ അങ്ങനെയും നമുക്ക് പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത് ഒരു കണ്ടുപിടുത്തമാണ്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചുറ്റും കാണുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഇന്നൊവേഷനിലേക്ക് വരുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ കൃഷിക്ക് വെള്ളം കുറച്ചൊന്ന് കുറക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചില കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പം നെല്ല് ധാരാളം വെള്ളമില്ലെങ്കിൽ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിന് വെള്ളം കുറച്ചാൽ നമ്മളെ നെല്ലിൻ്റെ ഉൽപ്പാദനം കുറയും. അപ്പോൾ അതിന് നമ്മൾ വെള്ളം കൂടുതൽ ആവശ്യമില്ലാത്ത ധാന്യങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാകുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന് സാധനം കിട്ടും, കുറച്ച് വെള്ളം മതി. ഇതേപോലെ പല ആവശ്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് കണ്ടെത്തി ആ നഷ്ടം നമ്മൾ നികത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്താൽ അതൊരു നല്ലൊരു ഇന്നൊവേഷൻ. അപ്പോൾ നമുക്ക് പറയാം, ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഇവിടെ വെള്ളത്തിന് എല്ലാ വർഷവും 2-3 മാസം വെള്ളത്തിന് ക്ഷാമമുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്ഥലങ്ങളിൽ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നം എടുക്കില്ല. പക്ഷെ നിങ്ങൾക്കത് എടുക്കാം. അവിടെ പ്രശ്നമില്ലെങ്കിലും പല സ്ഥലത്തും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും അംഗീകരിക്കും. പക്ഷെ നിങ്ങളത് അതിലെഴുതണം, ഞങ്ങളിതൊക്കെ നോക്കി, ഞങ്ങളുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, പക്ഷേ വേറെ പല ആളുകളും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഇതുപോലെ അതിനുള്ള ഒരു ചെറിയൊരു ഇത് പറയാമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ടാങ്കർ സപ്ലൈ, അതായത് വെള്ളത്തിൻ്റെ ടാങ്ക് വന്നിട്ട് നമുക്ക് വെള്ളം തരുന്ന സംഗതിയൊക്കെയാണ്. അതൊക്കെ പണച്ചെലവുണ്ട്, വേറെ പല ബുദ്ധിമുട്ടുമുണ്ട്. അതിൽ നിന്ന് വരുന്ന വെള്ളം ശുദ്ധമായിരിക്കണമെന്നില്ല. ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കിത് പരിഹരിക്കാൻ എപ്പോഴും അവലംബിക്കാവുന്ന ഒരു സൂത്രം ഞാൻ പറഞ്ഞു തരാണ്. അത് നിങ്ങളുടെ നാട്ടിൽ പറ്റുമോ എന്ന് നിങ്ങൾക്ക് നോക്കാം. കുളങ്ങളും കിണറുകളും വൃത്തിയാക്കി വെക്കുക, ശുചിയാക്കുക. അതിപ്പോൾ അതിൽ ഒരുപാട് കാട് പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് പലപ്പോഴും നമുക്ക് ഇപ്പോൾ ടാപ്പ് വാട്ടർ ഉണ്ടാകും വീട്ടിൽ. അപ്പോൾ അവിടെ ഒരു കിണറുണ്ടെങ്കിലും ആ കിണറിനെ ആരും വൃത്തിയായി ഒന്നും വെക്കില്ല. നേരെ മറിച്ച് അതൊക്കെ വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് പ്രകൃതിദത്തമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം കിട്ടും. അപ്പോൾ നമ്മളെ ക്ഷാമം പരിഹരിക്കാനാണ്. അപ്പോൾ കിണർ, അതിപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുളവും കിണറൊക്കെ വൃത്തിയാക്കി വെച്ചാൽ കൂടുതൽ വെള്ളം കിട്ടുന്നു. അവിടെയല്ല അതിലത്തെ ഇന്നോവേഷൻ വരുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ, ഏറ്റവും അധ്വാനം കുറഞ്ഞ രീതിയിൽ, ഏറ്റവും ശുദ്ധമായ വെള്ളം കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും സൂത്രങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇന്നോവേഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഇതേ പ്രശ്നം തന്നെ നമുക്ക് എടുത്തിട്ട് അതിലൊരു ഇന്നോവേഷൻ വരുന്നത്, അത് എങ്ങനെയാണ് നിങ്ങൾ പരിഹരിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. കാരണം നിങ്ങളുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ചില സ്ഥലങ്ങളിൽ രാമച്ചത്തിൻ്റെ വേരുപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കാൻ ശ്രമിക്കും. വേറെ ചില സ്ഥലത്ത് ചില അപകടകരമല്ലാത്ത, അതായത് നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ചിലതരം ബാക്ടീരിയകളുണ്ട്. അതിനെ കണ്ടെത്തി അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യിച്ച് ആ ബാക്ടീരിയ ഈ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ താനേ വെള്ളം ശുദ്ധിയാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി തന്നെയുള്ള ചില മാർഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ വെള്ളം ശുചീകരിക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ഒരു ഇന്നോവേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ തന്നെ പ്രവർത്തനമാണ്. അവസാനം വെള്ളം ശുദ്ധിയായില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ഇങ്ങനെ അറിയാവുന്ന ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ശ്രമിച്ച് നോക്കി, എന്നിട്ട് നിങ്ങൾ കണ്ട ഫലം എഴുതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള വൃത്തിയായിട്ടുള്ള ഒരു പ്രോജക്റ്റ് എഴുതുക. ഇന്നെന്ന രീതിയിൽ ഞങ്ങളിതിൽ മുന്നോട്ട് പോകും. അതിന് ഇന്നെന്ന രീതിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പണവും സമയവും ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇന്നതൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ ചെയ്താൽ ശുദ്ധമായ ജലം കിട്ടുമെന്ന് അതിന് നിങ്ങൾ വേറെ പല അറിവുകളും ശേഖരിച്ച് നിങ്ങൾ ഒരു റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ അത് നല്ലൊരു ഇന്നോവേഷനാവും. നിങ്ങൾ ഫിസിക്കലായിട്ട് പരീക്ഷണം ചെയ്യുകയും വേണ്ട. അങ്ങനെ അപ്പോൾ ഇതിനുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണം ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂർ നഗരത്തിൽ അതിയായ ജലക്ഷാമമുണ്ടായി. ഈ ബാംഗ്ലൂർ നഗരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 1800-ാം ആണ്ടിൽ, ഇപ്പം നമ്മൾ 2025-ലാണ്, അപ്പോൾ 225 വർഷം പിന്നെയും കഴിഞ്ഞു. 1800-ൽ ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം 1452 ജലാശയങ്ങൾ ഉണ്ടായിരുന്നു. കുളം, കെട്ടിയ പോണ്ട്, ക്ഷേത്രക്കുളം, ഇങ്ങനെയൊക്കെ ആയിട്ട് 1452 ഉണ്ടായിരുന്നു. 2010-ൽ നോക്കിയപ്പോൾ, അതായത് 210 വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് 190 ചുരുങ്ങി. പലതിലും വെള്ളം വറ്റിയിരിക്കുന്നു,
അതിലേക്ക് വെള്ളം ഉറവയായിട്ട് വരുന്നതൊക്കെ അടഞ്ഞു പോയിരിക്കുന്നു. ചിലതിൽ ആ വെള്ളം ആളുകൾ വേസ്റ്റൊക്കെ ഇട്ട് വെള്ളം ചീത്തയാക്കിയത് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഈ അടുത്ത കാലത്താണ് ജലക്ഷാമം രൂക്ഷമായപ്പോൾ അവിടുത്തെ ആളുകൾ, നാട്ടുകാരെല്ലാം ചേർന്നിട്ട് അവർക്ക് ചുറ്റുമുള്ള എല്ലാ ജലാശയങ്ങളും അവർ വൃത്തിയാക്കി അതിലേക്കുള്ള വെള്ളം, ഉറവകൾ ഒക്കെ വരാനുള്ള അടവൊക്കെ മാറ്റി എന്നിട്ട് ശുദ്ധമാക്കി വെച്ചപ്പോൾ അടുത്ത മഴയോടി കഴിഞ്ഞപ്പോൾ അവിടെ നഗരത്തിൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടാൻ തുടങ്ങി. പക്ഷെ അവിടെ പോപ്പുലേഷൻ, അവിടുത്തെ ജനസംഖ്യ ഒരുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു നഗരമാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ ആവശ്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നം മുഴുവനായി പരിഹരിച്ചില്ലെങ്കിലും വലിയൊരു പങ്ക് പരിഹരിക്കുവാൻ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു. നമ്മുടെ നാട്ടിലെ കൊല്ലത്തുകാരോട് ഞാൻ പറയാം, ശാസ്താംകോട്ട തടാകമില്ലേ, പഴയ കാലത്ത് കൊല്ലം നഗരത്തിലേക്ക് കുടിവെള്ളം നൽകിയിരുന്നത് ശാസ്താംകോട്ടയിൽ നിന്നല്ലേ, പിന്നീടല്ലേ മറ്റ് സോഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അന്വേഷിക്കാം ശാസ്താംകോട്ട തടാകത്തിന് എന്ത് സംഭവിച്ചു, അവിടെ മലിനീകരണ പ്രശ്നങ്ങളുണ്ടോ, വെള്ളത്തിൻ്റെ ലെവൽ താഴോട്ട് പോകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് കാരണം, അതിനെ മെച്ചപ്പെടുത്താൻ എന്താണ് സൂത്രം, ഇതുള്ളതൊക്കെ. അഷ്ടമുടിക്കായൽ, കായലിൻ്റെ കരയിൽ ഒരുപാട് വേസ്റ്റൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴൊക്കെ അതൊക്കെ മാറ്റി കാണുമായിരിക്കാം. എങ്ങനെയായാലും നിങ്ങൾക്ക് അതിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അന്വേഷിക്കാം. ഇതേപോലെ നിങ്ങളുടെ അടുത്തല്ലെങ്കിലും കുട്ടനാടിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ കനാൽ മൂടിക്കിടന്നിട്ട് എത്രയോ കാലം ആലപ്പുഴയിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെ നമുക്ക് ആ കനാലിനെ വീണ്ടും, അതായത് വെനീസിലുള്ള ഇതുപോലെയുള്ള കനാൽ, അതുകൊണ്ടാണ് പഴയ കാലത്ത് വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന ആലപ്പുഴയ്ക്ക് പേര് വന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് വെനീസിലത്തെ പോലെ തന്നെ നഗരത്തിൻ്റെ ഇടയിൽ കൂടി ഒരുപാട് വെള്ളത്തിൻ്റെ ചാലുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ കൊതുവില്ലാത്ത രീതിയിലും അതിനെ വളരെ വൃത്തിയായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു കനാൽ ശൃംഖലയായിട്ട് എങ്ങനെ മാറ്റാം, അതിന് ചെറിയ പ്രോജക്റ്റുകളൊക്കെ അടുത്ത കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. ബോംബെ IIT ഒക്കെ വന്നിട്ട് ചില പ്രോജക്റ്റുകളൊക്കെ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത കാര്യം എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഇപ്പം പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, വെള്ളത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഞാൻ നോക്കിയപ്പോൾ അവിടെയൊക്കെയുള്ള വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, പല സ്ഥലത്തെയും ജലം മലിനമാകുന്നതും കുടിക്കാൻ പറ്റാത്തതും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കക്കൂസ് മാലിന്യം ഈ ജലാശയങ്ങളിലേക്ക് ഊർന്നിറങ്ങുന്ന രീതിയിൽ ഒട്ടേറെ കക്കൂസുകൾ അശാസ്ത്രീയമായി പണിയുകയോ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിലല്ല, അതായത് മണ്ണിൻ്റെ അടിയിൽ കൂടി ജലത്തിൻ്റെ ഒരു ചെറിയ ഒരു ഒഴുക്കുണ്ട്, അതാണ് നമ്മൾ ഉറവയായിട്ട് കാണുന്നത്. ആ ഉറവയുടെ ചാലുകൾ തന്നെ ഉണ്ട് മണ്ണിൻ്റെ അടിയിൽ. നമ്മുടെ കിണറുകളിലേക്കൊക്കെ ആ ഉറവയിൽ നിന്നാണ് വെള്ളം വന്നിട്ട് കിണർ ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് വരുന്നത്. മഴവെള്ളം വീണിട്ട് മാത്രമല്ല, ഇതുകൂടിയുണ്ട്. മഴവെള്ളം മണ്ണ് കുടിച്ചിട്ട് അത് പിന്നീട് ശുദ്ധീകരിച്ച് മണ്ണിൻ്റെ ഇടയിൽ കൂടി, പാറകൾക്കിടയിൽ കൂടി അത് വന്നിട്ട് കിണറിലേക്ക് വരുമ്പോഴേക്ക് നല്ല ശുദ്ധജലമാകും. അപ്പോൾ നേരെ മറിച്ച് ഇതിൽ കക്കൂസ് മാലിന്യം വന്നു കഴിഞ്ഞാൽ കിണറുകളായാലും കുളമായാലും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിച്ചാൽ കണ്ണുകൾക്ക്, വയറിന്, ചർമ്മത്തിന് ഒക്കെ പല രോഗങ്ങളും വരും. ഇത് നമ്മുടെ കേരളത്തിലും ഒരുപാട് ജലാശയങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നിങ്ങളുടെ ചുറ്റുപാടും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. ഇത് ഇങ്ങനെ ഒരുപാട് ഉണ്ട്, ഞാൻ മറ്റ് സ്ഥലങ്ങളിലൊന്നും പറയുന്നില്ല. പക്ഷേ പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഇതുപോലെ വിദ്യാർത്ഥികളും ഗവൺമെൻറ്റും ശ്രദ്ധ വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഞാൻ ഒരു പ്രശ്നത്തിൻ്റെ സൈഡിൽ ഒക്കെ വന്നിട്ടുള്ളൂ. ഇനി മറ്റൊന്ന് ഞാൻ പറയുന്നത്, ഈ കാലാവസ്ഥ, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, കാലാവസ്ഥാ വ്യതിയാനം. ഇന്ത്യയിൽ എത്ര ജില്ലകളുണ്ടെന്നറിയാമോ? ഏറ്റവും പുതിയ കണക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ പറയാം. 788 ജില്ലകളുണ്ട്. ഇതിലൊക്കെ ചില പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറിച്ച് വെക്കാം കേട്ടോ. ഞാനത് കുറിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് എല്ലാവർക്കും അറിയാം, 14 ജില്ലകൾ അല്ലേ? അപ്പോൾ ഇങ്ങനെ 788 ഇന്ത്യയിലത്തെ ജില്ലകളിൽ കാലാവസ്ഥാ ഭദ്രം, അതായത് കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ജില്ലകളെയാണ് നമ്മൾ കാലാവസ്ഥാ ഭദ്രം എന്ന് പറയുന്നത്. അങ്ങനെ പ്രശ്നങ്ങളുള്ള ജില്ലകളെ നമ്മൾ
കാലാവസ്ഥ ഭദ്രം അല്ലാത്ത ജില്ലകൾ എന്ന് പറയാം. അത് 788-ൽ 310 കാലാവസ്ഥാ ഭദ്രമല്ല. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മാറ്റങ്ങൾ വളരെ ശക്തമായിട്ട് ബാധിക്കുന്ന ഒട്ടേറെ ജില്ലകളുണ്ട്. ഇനി സംസ്ഥാന തലത്തിൽ ഇതെങ്ങനെ എന്ന്, അതായത് 2020 മുതൽ 2050 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ തടുക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്ന് നോക്കിയാൽ ഏറ്റവും മുമ്പിലുള്ള 2 സംസ്ഥാനങ്ങൾ, ഒന്ന് മേഘാലയ, മറ്റത് സിക്കിം. ഇവരുടെ എത്രയാണെന്നറിയോ? എത്ര ശതമാനമാണ് അവരുടെ ഭദ്രത കുറവ് എന്നറിയാമോ? 100%. രണ്ടാമത്തെ സംസ്ഥാനം ഏതായിരിക്കും? നിങ്ങൾ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഏതോ ജില്ലകളെ കുറിച്ച് നോക്കുകയായിരിക്കും. രണ്ടാമത്തെ ഭദ്രത കുറവുള്ളത് 93%. ഏതാണ് ജില്ല എന്നറിയാമോ? ആ സംസ്ഥാനം എന്നറിയാമോ? കേരളം. കേരളം 93% കാലാവസ്ഥാ ഭദ്രമല്ല. അതിൽ തെക്കൻ കേരളമാണ് ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ ഭദ്രമല്ലാത്തത്. അതുകൊണ്ട് എന്ത് വരുന്നു? കൊല്ലം, ആലപ്പുഴയൊക്കെ ഈ ഭദ്രമല്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി അടുത്തത് മിസോറാം 88, രാജസ്ഥാൻ 84%, പശ്ചിമ ബംഗാൾ 82. 80-ന് താഴെയുള്ളവരൊന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകം 56-ലാകുമ്പോൾ നമ്മൾ കേരളം 93-ലാണ്. അപ്പോൾ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളെ ഒട്ടേറെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശങ്ങളിലും കണ്ടെത്താൻ കഴിയും എന്നുള്ളതിന് ചെറിയൊരു സൂചന ആണ്. പിന്നെ ഇന്ത്യയിൽ മഴയെ ആശ്രയിച്ച് മാത്രം കൃഷി ചെയ്യുന്നത് എത്ര കൃഷിക്കാരുണ്ടെന്നറിയാമോ? ആകെയുള്ള കൃഷിക്കാരുടെ 61% മഴയെ ആശ്രയിക്കുന്നു. മഴ മോശമായാൽ വന്നില്ലെങ്കിൽ അവരുടെ കൃഷി ആകെ നശിച്ചു പോകും. ഇന്ത്യയെ മഴയെ ആശ്രയിക്കുന്ന കൃഷി എത്ര ശതമാനം കൃഷി മഴയെ ആശ്രയിച്ച് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 55% നമ്മുടെ കാർഷികോൽപ്പന്നങ്ങളും മഴയെ ആശ്രയിക്കുന്നവയാണ്. മഴ മോശമായാൽ ആ കൊല്ലം, കാലാവസ്ഥ മോശമായാൽ ആ കൊല്ലത്തെ നമ്മൾ കൃഷിയിൽ നിന്നുള്ള നമ്മളെ ഉൽപ്പന്നം വളരെയധികം കുറയും. നമുക്ക് ഭക്ഷണക്ഷാമം വരും, അല്ലെങ്കിൽ വില കൂടുതൽ വരും. അപ്പോൾ ഇങ്ങനെ മഴയെ ആശ്രയിച്ചുള്ള കൃഷി നമ്മൾ ആകപ്പാട് ഇന്ത്യക്കാരുടെ ഭക്ഷണത്തിൻ്റെ 44% മീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതേസമയം തന്നെ കന്നുകാലികളുടെ ജലാവശ്യങ്ങളുടെ 60% ഇതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ജൈവകൃഷി എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഉൽപാദനക്ഷമമാണ്, ലാഭകരവുമാണ്. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? കേരളത്തെ പോലെ 93% കാലാവസ്ഥ ഭദ്രമല്ലാത്ത ഒരു സംസ്ഥാനത്ത് എങ്ങനെ നമുക്ക് ജൈവകൃഷി, കൂടുതൽ ഉൽപാദനക്ഷമമായിട്ടുള്ള ജൈവകൃഷി, ലാഭകരമായിട്ടുള്ള, അതായത് അതിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിൽ കൃഷിയെ നമുക്ക് മാറ്റിമറിക്കാം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ അന്വേഷിക്കേണ്ടുന്ന ഒരു വിഷയം. അത് നിങ്ങൾക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും. അതിന് പല മെത്തേഡ്സും നിങ്ങളുടെ നാട്ടുകാരും അതുപോലെ കൃഷിശാസ്ത്രജ്ഞന്മാരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതെല്ലാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ആശയം നിങ്ങളൊരു പ്രോജക്റ്റായിട്ട് എഴുതി വെക്കുക. അതിനെ നമുക്ക് ഒരു നല്ലൊരു സൊല്യൂഷനായിട്ട് കാണാൻ കഴിയും. അങ്ങനെ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒരുപാട് പറഞ്ഞു. പക്ഷേ ഇതിൽ പുതിയ ടെക്നോളജികൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ പൊതുവെ കണ്ടിരിക്കുന്നത് മെറ്റീരിയൽ സയൻസ്, അതായത് നമ്മൾ പദാർത്ഥ വിജ്ഞാനം, പുതിയ പുതിയ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സെൻസർ ടെക്നോളജി, അതായത് ചൂടിനെയും തണുപ്പിനെയും വെള്ളത്തിൻ്റെ അളവിനെയും മോയ്സ്ചർ, അതായത് നമ്മൾ നനവിൻ്റെ അളവ്, ഇതെല്ലാം സെൻസറുകൾ ഉപയോഗിച്ചിട്ട്, ഇലക്ട്രോണിക് സെൻസേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് നമുക്കാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ ചില പ്രശ്നങ്ങളെങ്കിലും നിങ്ങൾക്കെത്താൻ ഇത്തരത്തിലുള്ള ചില ആധുനിക ടെക്നോളജികൾ കൂടി ഉപയോഗിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മളെ പഞ്ചായത്തിൽ, അല്ലെങ്കിൽ നമ്മളെ വാർഡിൽ, അല്ലെങ്കിൽ നമ്മളെ നഗരത്തിലെ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത്, അല്ലെങ്കിൽ ഹൗസിംഗ് കോളനിയിൽ
അങ്ങനെ ഏത് ഇതായാലും ഗ്രാമത്തിലോ എവിടെയായാലും അവിടെയൊക്കെ നിങ്ങൾ വാട്ടർ മാനേജ്മെന്റ് ചെയ്യുവാൻ, അതായത് ജല മാനേജ്മെന്റ് ചെയ്യുവാൻ ഉള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷേ നിങ്ങളെ അച്ഛന്മാർക്കോ അമ്മമാർക്കോ അപ്പൂപ്പന്മാർക്കോ ഒന്നും ഇതിനെക്കുറിച്ച് വിവരമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പോകരുത്. അവരോട് ചോദിച്ചാൽ അവർ പണ്ട് പരീക്ഷിച്ചതും ഇപ്പോൾ നടക്കാത്തതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അപ്പം അവരോട് കൂടി ചോദിച്ച് അതിൽ നിന്ന് നിങ്ങൾ വായിച്ചറിവുള്ള അല്ലെങ്കിൽ മറ്റു പലരുമായിട്ട് ചർച്ച ചെയ്ത് കാണുന്ന ചില പുതിയ രീതികളൊക്കെ ഉപയോഗിച്ചാൽ, അതിനിപ്പോൾ ടെക്നോളജിക്കലായിട്ട് പറയുന്നത് അഗ്രി വോൾട്ടേക്സ് എന്ന് പറഞ്ഞിരുന്നുണ്ട്. അതായത് ഈ സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ട് ഡിസ്റ്റിലേഷൻ, വെള്ളം നമുക്ക് ഉണ്ടാക്കാമല്ലോ. സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് ഈ വെയിലിൻ്റെ ചൂട് ഉപയോഗിച്ചിട്ട് സ്വേദനം നടത്തി നമുക്ക് നല്ല ശുദ്ധജലം അതിൽ നിന്ന് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ നമ്മളെ ഡ്രോൺസ്, ഈ സാറ്റലൈറ്റ് ഇമേജ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചില സൂത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷിയിൽ മണ്ണിൽ എവിടെ കൃഷി മോശമാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ എവിടെ എന്ത് മൂലകത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്ന് ഈ രീതിയിലുള്ള സാറ്റലൈറ്റ് ഫോട്ടോയോ അല്ലെങ്കിൽ ഡ്രോണിൻ്റെ ഇതുകൊണ്ടോ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ കണ്ടുപിടിച്ച് എവിടെയാണോ കുറവ് അവിടെ മാത്രം വളവും വെള്ളവും കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് പണം അതിൽ ലാഭിക്കാൻ പറ്റും. ഇതിനാണ് പ്രിസിഷൻ അഗ്രികൾച്ചർ എന്ന് പറയും. അതിപ്പോൾ ഡെവലപ്പ് കൺട്രീസിലൊക്കെ വളരെയായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി രാജസ്ഥാനിലും UP-യിലുമൊക്കെ ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളൊക്കെ അടുത്ത കാലത്ത് കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ വളരെ വിജയപ്രദവും ആയിട്ട് കണ്ടിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വലിയ കൃഷിയിടങ്ങളില്ല. നമ്മളെല്ലാം കഷ്ണം സ്ഥലങ്ങളാണ്. പലർക്കും സെന്റ് കണക്കിന് മാത്രമേ സ്ഥലമുള്ളൂ, ഏക്കർ കണക്കിനൊന്നുമില്ല. നേരെ മറിച്ച് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ, തമിഴ്നാട്ടിൽ പോലും കാണും പല മേഖലകളിലും. അപ്പോൾ നമ്മളിങ്ങനെ ഈ തുണ്ടവൽക്കരിച്ചിട്ടുള്ള കേരളത്തിലെ കൃഷിയിടങ്ങളിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ജലസേചനം, മറ്റ് വളം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കുറച്ച് കൊടുത്തുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നം നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള കൃഷി നമുക്ക് മാറ്റിമറിക്കാമോ? അത് വലിയ കണ്ടുപിടുത്തമാണ്. നമ്മൾ വിചാരിക്കും കൃഷിയെക്കുറിച്ച് ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ, അതൊക്കെ ഇങ്ങനെ ഗ്രാമങ്ങളിൽ നടക്കുന്ന ഒരു കാര്യം. അങ്ങനെയല്ല. ഇനി നമ്മൾ കൃഷി ചെയ്യേണ്ടത് നമ്മുടെ ടെറസുകളിലും അതുപോലെ തന്നെ ചെറിയൊരു സ്ഥലമാണെങ്കിലും ആ സ്ഥലത്ത് നിന്ന് നമുക്ക് ആധുനിക രീതികൾ ഉപയോഗിച്ച് നല്ല കൃഷി എടുക്കാൻ കഴിയും. നമുക്ക് ആവശ്യമായ പല ഉൽപ്പാദനങ്ങളും നമുക്കവിടെ നടത്താൻ കഴിയും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്നത്തെ ആധുനിക ടെക്നോളജികൾ കൂടി നമ്മൾ അതിൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഗുണമുണ്ടാവുമെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ UP-യിലും രാജസ്ഥാനിലും നടത്തിയ പരീക്ഷണത്തിൽ എന്താ കണ്ടതെന്നറിയോ? വെള്ളവും ഊർജവും 12% കുറക്കാൻ കഴിഞ്ഞു. ഉൽപാദനം 11% കൊണ്ട് കൂട്ടാനും കഴിഞ്ഞു. നോക്കണം, ഡബിൾ നേട്ടമാണ്. 12%, ഇതൊക്കെ കുറച്ചത് വഴിക്ക് തന്നെ ലാഭം ഉണ്ടായി. അതിന് പുറമെ ഉൽപാദനം 11% വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഏതാണ്ട് 23% മെച്ചമാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ കേരളത്തിലും പ്രത്യേകം ചെറിയ സ്ഥലമായതുകൊണ്ട് ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിക്കാൻ ചിലവ് കുറയും. തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ചെറിയ സ്ഥലത്തു നിന്ന് തന്നെ നമ്മുടെ ഭക്ഷ്യ സംഗതികൾക്ക് നമുക്ക് എന്താ പറയുക, നമുക്ക് തന്നെ സ്വയം പര്യാപ്തത ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എടുക്കാം. മലിനീകരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മലിനീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഫാക്ടറി പൊല്യൂഷൻ അങ്ങനെയുള്ള സംഗതികൾ മാത്രമല്ല. ഉദാഹരണത്തിന് വെള്ളപ്പൊക്കം കൊണ്ട് മേൽമണ്ണ് ഒലിച്ചു പോയാൽ തീർച്ചയായും നമ്മളെ മണ്ണിന് അത് നമുക്ക് അവിടെ താമസിക്കാനും പറ്റില്ല, കൃഷി ചെയ്യാനും പറ്റില്ല. മണ്ണിടിച്ചിൽ കൊണ്ട് ഇതുപോലെ കംപ്ലീറ്റ് മുകളിലത്തെ ലെയർ മുഴുക്കെ പോവുക, അല്ലെങ്കിൽ വലിയൊരു ഇതിലുള്ള ലെവൽ വ്യത്യാസമുള്ള സ്ഥലത്തൊക്കെ ഇടിഞ്ഞു പോയാൽ ഉണ്ട്. പിന്നെ വരൾച്ച കൊണ്ട് പ്രശ്നം ഉണ്ടാവാം. പിന്നെ അമ്ലീകരണം എന്ന് പറയുന്ന പ്രശ്നം, ശബ്ദശല്യം കൊണ്ട് ചിലപ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. തീപിടുത്തം കൊണ്ട് ഒരുപക്ഷെ സ്ഥലം നമുക്ക് താമസിക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേരളത്തിലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വിട്ട് വേറൊരു വിഷയത്തിലേക്ക് പോകാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, കേരളത്തിന് ഭൂപ്രകൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കേരളത്തിൻ്റെ നമ്മളെ സഹ്യപർവ്വതം ഉണ്ടല്ലോ, നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ നെറുകയിൽ പെയ്യുന്ന മഴ നമ്മുടെ അറബിക്കടലിൽ ഇപ്പോൾ ലക്ഷദ്വീപ് സീ എന്ന് പറയുന്ന അറബിക്കടലിലെത്താൻ എത്ര മണിക്കൂർ വേണമെന്നറിയാം? 46 മണിക്കൂർ മാത്രമേ വേണ്ടൂ. അവിടെ പെയ്യുന്ന മഴ 46 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും പൊക്കമുള്ള മലകളും നേരെ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടിയ വീതി 120 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ വീതിക്കുള്ളിൽ ഇത്രയും വലിയ ഒരു ഉയര വ്യത്യാസം വരുമ്പോൾ വെള്ളം വളരെ വേഗത്തിൽ പുറത്തേക്ക് പോകും. അപ്പം നമ്മൾക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ വെള്ളത്തെ പെട്ടെന്ന് പോകാൻ അനുവദിക്കാതെ അതിനെ ഒരു പരിധിവരെ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു താമസം വരുത്തി, ഒരുപാട് കെട്ടിവെക്കരുത്, അത് ഒഴിച്ചു പോകേണ്ടത് തന്നെയാണ്. പക്ഷേ അത് പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെ ആ വെള്ളത്തെ നമ്മുടെ ഈ പ്രാകൃതികമായിട്ടുള്ള ഈ ചെരിവിനെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇനി മറ്റൊന്ന്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തെ കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അടുത്തൊന്നും പ്രശ്നമില്ല എന്ന് കാണുന്ന ആളുകൾക്ക് പ്രശ്നം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടോർച്ചടിക്കൽ മാത്രമാണിത്. നിങ്ങൾ അന്വേഷിച്ചാൽ ഇതിലും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും. ഇതുപോലെ തന്നെ എത്രയും ലളിതമാണെന്ന് നമുക്ക് തോന്നുന്ന പ്രശ്നങ്ങളും വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് മറ്റൊന്നെന്ന് വെച്ചാൽ മൈഗ്രേഷനാണ്. അതായത് നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇനി ഉള്ള വർഷങ്ങളിൽ വളരെ കൂടുതലായിട്ട് വരുന്നതാണ് ഒട്ടേറെ ശാസ്ത്രജ്ഞന്മാർ പല പഠനങ്ങൾക്ക് ശേഷം പറയും. അതെന്താണെന്ന് പറയാന്ന് വെച്ചാൽ, ഇന്നിപ്പം നമ്മളൊക്കെ നമ്മളെ നാട് എന്നും പറഞ്ഞ് നിൽക്കുന്ന സ്ഥലം, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്ന് പറയും, നമ്മളെല്ലാവരും കേരളീയരാണെന്ന് പറയും, നമ്മളെല്ലാവരും കൊല്ലത്തുകാരാണെന്ന് പറയും, നമ്മളെല്ലാവരും ആലപ്പുഴക്കാരാണെന്ന് പറയും, അല്ലെങ്കിൽ കോഴിക്കോടുകാരാണെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ 6000 വർഷമായിട്ട് ഏകദേശം നമ്മൾ ആളുകൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ കാടുകളിൽ ആളുകൾ താമസിച്ച് സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറയാൻ ഇംഗ്ലീഷിൽ, അതായത് നമ്മൾ ഒരു സ്ഥലത്തുള്ള കാട്ടിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ വിഭവങ്ങളും, മൃഗങ്ങളെ വേട്ടയാടിയും അവിടുത്തെ മരങ്ങളിൽ നിന്ന് കിട്ടുന്ന കായ്കനികളെടുത്തും ഒക്കെ ആയിരുന്നു അന്ന് ഭക്ഷിച്ചിരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അതിന് ചുറ്റും ഉള്ള സംഗതികൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അവിടെ ബാക്കിയായിട്ടുള്ള എല്ലാ സംഗതികളും അങ്ങ് കത്തിച്ച് കളഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയി, കാട്ടിൽ പോയി കുറച്ച് അകലെ പോയി താമസിക്കും. അവിടെയും കുറച്ച് നമ്മൾ പിന്നെയും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്ന, മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനസമൂഹമായിരുന്നു ലോകം. അത് കഴിഞ്ഞ 6000 വർഷമായിട്ട് ഏതാണ്ടൊന്ന് സ്റ്റെബിലൈസ് ചെയ്തതെന്ന് ഒരു സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ലെന്നാണ് പറയുന്നത്. വരുന്ന 50 വർഷങ്ങൾക്കുള്ളിൽ എവിടുന്നൊക്കെയാണ് ആള് പലായനം ചെയ്യേണ്ടതെന്നറിയോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട്, അതുപോലെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വരൾച്ച, അമ്ലീകരണം, തീപിടുത്തം, ഇങ്ങനെ ഒട്ടേറെ സംഗതികൾ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മാറേണ്ടി വരിക തെക്കേ അമേരിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ, അതായത് ഏറ്റവും നോർത്തിൽ കിടക്കുന്ന പ്രദേശങ്ങൾ, മധ്യ ആഫ്രിക്കയുടെ നടുവിലുള്ള ഭാഗം, അത് ഇപ്പോൾ നല്ല കനത്ത കാടാണ്. കോങ്കോ ഒക്കെ, കമറൂൺ ഒക്കെ ഭയങ്കര കാടാണ്. അവിടെയും ഇന്ന് ആളുകൾ മാറി താമസിക്കേണ്ടി വരുന്നതാണ്. ഇന്ത്യയിൽ പല പ്രദേശങ്ങളും ഈ ആഗോള പഠനത്തിൻ്റെ ഭാഗമായി കണ്ടതിൽ ഇന്ത്യയിലും ആളുകൾക്ക് മാറി താമസിക്കേണ്ടി വരുമെന്ന് കണ്ടത് എന്നെയും ഞെട്ടിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം നിങ്ങളുടെ ചുറ്റും എവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമെടുത്ത് അതിന് പരിഹാരം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് 50 വർഷത്തിനിടയിൽ വർദ്ധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണിത്. അതിന് നമുക്കത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം കണ്ടെത്താൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. മറ്റൊരു രാജ്യം ആസ്ട്രേലിയയുടെ വടക്കൻ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവിക്കും എന്നാണ് പറയുന്നത്. അത് അധികവും ചൂട് സഹിക്കവയ്യാതെ ആയിരിക്കും എന്നുമാണ് ശാസ്ത്രജ്ഞന്മാരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവാസ സ്ഥലങ്ങളിലൊക്കെ ഈ പ്രാദേശികമായിട്ടുള്ള
ഈ ക്ലൈമറ്റ്, അതായത് കാലാവസ്ഥ നിയന്ത്രണം എങ്ങനെ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിന് ചിലപ്പോൾ പറയും നമ്മൾ മരം വെച്ചാൽ മതി. ചിലപ്പോൾ വെറുതെ മരം വെച്ചത് കൊണ്ടാവില്ല. നഗരങ്ങളിലൊക്കെ ചൂടൊക്കെ കൂടുമ്പോൾ യഥാർത്ഥത്തിൽ മിയാവാക്കി രീതിയിലുള്ള വളരെ പെട്ടെന്ന് വളരുന്ന വനത്തിൻ്റെ തുരുത്തുകൾ നമുക്ക് നഗരങ്ങളിലടക്കമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നഗരത്തിലെ ചൂടിനും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ കഴിയും. അതുപോലെ ഗ്രാമങ്ങളിലൊക്കെ ഇതേ രീതിയിലുള്ള വളരെ പെട്ടെന്ന് വളരുന്ന ദ്രുത വനവൽക്കരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തന്നെ നമ്മളെ നാട്ടിൻ്റെ തനതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ ഈ പുതിയ വലിയ ഹൈ ടെക്നോളജി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇതിൽ ഓരോന്നിലും നമുക്ക് ഹൈ ടെക്നോളജി ഉപയോഗിച്ചിട്ടും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പക്ഷേ നമ്മൾ ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടായി എന്ന് പഠിക്കുന്നതാണ് ആദ്യത്തെ പടി. രണ്ടാമത്തത്, അതിന് ഇന്ന് എന്തൊക്കെ മാർഗങ്ങളാണുള്ളത് അതിനെ ഏറ്റവും കൂടുതൽ ലളിതമാക്കാനും ഏറ്റവും ചെലവ് കുറഞ്ഞതാക്കാനും ഏറ്റവും ഫലപ്രദമാക്കാനും ഉള്ള ചെറിയ ചെറിയ മെച്ചപ്പെടുത്തലുകളാണ് നമ്മൾ ഈ ഇന്നൊവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ ഇനിയും ഇതിൻ്റെ 10 ഇരട്ടി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പം സമയം ഇത്രയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും ലിമിറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇനിയുള്ള കുറച്ച് മിനിറ്റുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷേ ചോദിച്ച് നിങ്ങൾ എല്ലാവരും പൊയ്ക്കളയരുത്. ഞാൻ പറഞ്ഞ മാതിരി വർക്ക് ബുക്ക് എഴുതുന്ന കാര്യത്തിൽ ഒരു മുടക്കവും ഉണ്ടാവരുത്. നിങ്ങളുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മുടക്കവും ഉണ്ടാവരുത്. അത് ഓർത്തുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, ഇതിനകത്ത് ഒരു ചോദിക്കുന്നതിന് മുമ്പേ 1 മിനിറ്റ് എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ പ്ലീസ്. തരുൺ പ്ലീസ്. ഓക്കെ, ഒരു സെക്കൻഡ്. എല്ലാവരും ഒന്ന് ഓൺ ചെയ്ത് തരാം. ഒരു കുറച്ച് പേര് പോയി. കുഴപ്പമില്ല, ഉള്ളവരുടെയൊക്കെ എടുക്കാം. നമുക്ക് അവർക്കും ഒരു റെക്കോർഡായി നമുക്കും ഒരു റെക്കോർഡാവുമല്ലോ. 5000 വേണോ? എടുക്കുവാണേ. ഓക്കെ. ഓക്കെ തരുൺ. ഓക്കെ സാർ, ചോദ്യം ചോദിച്ചിരിക്കുന്ന ഫൈഹ പ്ലീസ് ചോദിക്കാം. വീഡിയോ ഒക്കെ ഓണാക്കാം. ഞാൻ ഫൈഹ പറഞ്ഞ ഫൈഹ ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ. പറയൂ. അല്ലെങ്കിൽ ആദ്യം ചോദിക്കാൻ ചോദിക്കട്ടെ. പിന്നെ ഒരു അറിയിപ്പ് ഞാൻ ഇടയ്ക്ക് പറയുകയാണ്. നമ്മളിപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ്സിൻ്റെയും നമ്മൾ ഇതിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഗ്രീനച്ച് ഫോറത്തിൻ്റെ. അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾ ഇതിലെ ഗ്രൂപ്പിൽ നോക്കണം. കാരണം എന്ന് വെച്ചാൽ ഗ്രൂപ്പിലെ പോസ്റ്റ് ചെയ്യുന്നു. ഇന്നിപ്പോൾ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യും, നാളെ വേറൊണ്ട്. എല്ലാ ക്ലാസ്സിൻ്റെയും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഒരു റിക്വസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് നോക്കിയാൽ മാത്രമേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരെ നേരിട്ട് വിളിക്കാന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമായിട്ട് നടക്കില്ല. വരും ദിവസങ്ങളിൽ ഇനിയും മറ്റ് അന്യ അപ്പൊ നമ്മളെ ഉദ്ദേശിച്ചാൽ തന്നെ അത്ര താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ നമ്മളെ ഗ്രൂപ്പ് നോക്കണം. ഗ്രൂപ്പിൽ മെസ്സേജ് നിങ്ങൾ ടീച്ചർക്ക് പറഞ്ഞാൽ മതി. ടീച്ചർ ക്യാൻ കൺവേ. അതുവഴിയായിരിക്കും കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു 3-4 ക്ലാസ് നമ്മൾ ഇതുപോലെ പ്ലാൻ ചെയ്തു നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ യൂട്യൂബ് ചാനൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് സൗകര്യം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതില് ഓൺലൈൻ മീറ്റിംഗ് പങ്കെടുക്കാതിരിക്കരുത്. കാരണം ഓൺലൈൻ മീറ്റിംഗ് പങ്കെടുത്തെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. ശരി, അപ്പൊ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്.
എത്രയും പെട്ടെന്ന് ചോദിക്കാം, സാറ് തിരക്കാണ്. സാർ ഡൗട്ട് ആ സാർ, നമ്മൾ പ്രോജക്റ്റ് റെഡിയാക്കുമ്പോൾ വർക്കിംഗ് മോഡല് തയ്യാറാക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലാതെ അതിനകത്ത് ബുക്കിനകത്ത് എഴുതിയാൽ മാത്രം മതിയോ? അങ്ങനെയല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള സംഗതികൾ ചെയ്ത് കാണിക്കുന്നു നല്ലതാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത ചില പ്രോജക്റ്റുകൾ ഉണ്ടാവും. അതിന് ഒരുപാട് പൈസയും ഒരുപാട് സമയമൊക്കെ വേണം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ അതൊരു പ്രോജക്റ്റ് പോലെ എഴുതി ഇന്ന രീതിയിൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാൽ അതിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും. അത് വേർഡ്സിലാണ് എഴുതേണ്ടത്, വരച്ച് എഴുതാൻ പറ്റുമോ? വരച്ച് ചെയ്യാൻ ഓ, പറ്റുമോ? അതൊക്കെ വരക്കൊക്കെ ചെയ്യാമല്ലോ, അതൊക്കെ ചെയ്യാം. ഓക്കെ സാർ. ഹലോ സാർ ആ പറയൂ. ആളുടെ പേരുകൂടി പറയണം ചോദ്യം ചോദിക്കും. പേരും സ്ഥാപനം കൂടെ പറയാം. ഹലോ പറഞ്ഞു. എൻ്റെ പേര് നസ്രിൻ എന്നാണ്. ആ. അപ്പം നമ്മളിപ്പം ഒരുപാട് പേര് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം കുറെ പേരുടെ ഐഡിയാസ് തമ്മിൽ ക്ലാഷ് ആവാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ അതെന്താ ചെയ്യുക? അത് കുഴപ്പമില്ല, കാരണം ഈ ഒരേ പ്രശ്നമാണ് ചെയ്യുന്നതെങ്കിലും രണ്ട് ഗ്രൂപ്പുകൾ ചെയ്യുന്നത് രണ്ട് രീതിയിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒരേ പ്രശ്നം ഒന്നിലധികം പേരെടുക്കാനുള്ള സാധ്യത, പ്രോബബിലിറ്റി കൂടുതൽ ആയ പോലെ തന്നെ ഈ രണ്ട് പേര് ചെയ്യുമ്പോൾ രണ്ട് വ്യത്യസ്ത രീതിയിലായിരിക്കും എന്നുള്ളതും ശരിയാണ്. മറ്റൊന്ന്, ഒരേ രീതിയിൽ തന്നെ രണ്ട് പേര് ചെയ്താലും വളരെ എപ്പോഴും അതിൻ്റെ റിസൾട്ടും അതിൻ്റെ പെർഫോമൻസും ഒരേപോലെ ആയിരിക്കില്ല. ഇത് ഉപയോഗിച്ചിട്ടാണ് ചൈനയിൽ എത്രയോ വർഷങ്ങളായിട്ട് റെയർ എർത്ത്സ് എന്ന് പറയുന്ന, ഇപ്പം നമ്മൾ IRE തന്നെ റെയർ എർത്ത്സിൻ്റെ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ റെയർ എർത്ത്സിൻ്റെ കാര്യത്തിൽ ഇന്ന് ലോക ഭീമന്മാർ എന്ന് പറയുന്നത് ചൈനയാണ്. ലോകത്തിലുള്ള എല്ലാ അമേരിക്കക്കും മറ്റൊട്ടേറെ ഡെവലപ്പ് കൺട്രീസിന് റെയർ എർത്ത് പദാർത്ഥങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ ചൈനയാണ്. എത്രയോ കാലം അവർക്ക് അതിൻ്റെ ഒരു കുത്തകയാണ്. അതെങ്ങനെയാണ് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഗവേഷണത്തിൻ്റെ സമയം കുറക്കാൻ വേണ്ടി ഒരേ പ്രശ്നം 4 നാഷണൽ ലാബുകൾക്ക് കൊടുക്കും. ഒരേ വിഷയത്തോട് സാമീപ്യമുള്ള 4 ഗവേഷണ ലാബുകൾക്ക് കൊടുക്കും. എന്നിട്ട് 4 പേരും വർക്ക് ചെയ്യും. അതിൽ ആർക്കെങ്കിലും 2 ഗ്രൂപ്പുകളിൽ നിന്ന് ഏതാണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ നമ്മൾ ഗവേഷണം ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ലാബിൽ പരീക്ഷണം നടത്തി ഇപ്പം 3 കൊല്ലം കൊണ്ട് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ വേറെ 3 വർഷമെടുത്ത് വേറൊരു കൂട്ടർ അത് വെരിഫൈ ചെയ്താൽ മാത്രമേ ആ ശാസ്ത്രതത്വം ലോകം അംഗീകരിക്കുള്ളൂ, ഉപയോഗിക്കപ്പെടുള്ളൂ. അതിനെ 3 കൊല്ലം ലാഭിക്കാൻ അവരെന്താ ചെയ്തു? 2 ലാബ് ഒരേ സമയത്ത് ഏതാണ്ട് സമാനമായിട്ടുള്ള റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്തതായി കണക്കാക്കി അതിൽ പ്രവർത്തനം, അങ്ങനെ ഒട്ടേറെ സമയവും പണവും ലാഭിച്ചുകൊണ്ട് അവർ. അപ്പം അതുകൊണ്ട് 2 കൂട്ടരോ അല്ലെങ്കിൽ 3 കൂട്ടരോ ഒരേ പ്രോജക്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരേ നിഗമനത്തിലും എത്തില്ല, ചെയ്ത രീതിയും ഒരേപോലെ ആവില്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം അങ്ങനെ ആവുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. പക്ഷേ ഒരേ സ്കൂളിൽ നിന്ന് ഒരേ പ്രോബ്ലം ചെയ്യുന്നതിന് പകരം 4 വ്യത്യസ്ത പ്രോബ്ലം എടുക്കുന്ന, ഇപ്പോൾ 4 ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ആ 4 ഗ്രൂപ്പിൽ 4 പ്രോബ്ലമെങ്കിലും സെപ്പറേറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുവേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെന്റർ ടീച്ചേഴ്സ് അതിന് വേണ്ട ഹെൽപ്പ് ചെയ്തു തരും. ഓക്കെ. അമിന റെനീസ്, അമിന. യെസ് സാർ. പറയൂ. സാറേ, എല്ലാ ഡൗട്ട് ഉണ്ട്. ഒരാൾ മാത്രം. ആമിന ചോദിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത ആള്. ഒരു ഗ്രൂപ്പിൽ കുറച്ച് പേര് കാണുമല്ലോ. 4 പേര്. ആ 4 പേരും പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുമ്പോ 4 പേരുടെയും വർക്ക് ബുക്ക് കൂടെ വെക്കണം. അതെ, അതല്ലേ. അപ്പൊ അതിൽ ഓരോ ആൾക്കും പ്രത്യേകമായി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും നന്നായ ആൾക്ക് ഒരുപക്ഷെ ഇത്തിരി ഗ്രേഡ് കൂടുതൽ കിട്ടിയെന്ന് വരും. പ്രോബ്ലം എല്ലാം ഒന്നിച്ചാ ചെയ്തത്. പക്ഷെ ആ വർക്ക് ബുക്ക് വെക്കുമ്പോൾ ഇതിൽ ആരാണ് കൂടുതൽ വർക്ക് ചെയ്തത്, ആരാണ് ഇതിൽ മിടുക്കൻ അല്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും അത് വളരെ വൃത്തിയായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നല്ല വർക്ക് ബുക്കിന് സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പല ഇതുണ്ട്. അതുകൊണ്ട് എല്ലാവരും എഴുതണം. സാർ, ഒരു ഡൗട്ടും കൂടി ഉണ്ട്. പറയൂ. നമ്മളിപ്പോ ഒരു ദിവസം കുറച്ച് സൊല്യൂഷൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പൊ അതല്ലേ അന്നത്തെ ദിവസം നമ്മൾ വർക്ക് ബുക്ക് എഴുതേണ്ടത്? അത് മാത്രമേ അന്ന് എഴുതാവൂ.
അതിന് ആ, അവസാനം നമ്മളൊരു തീരുമാനം വന്ന ദിവസം ആ കാര്യം എഴുതാം. നിങ്ങൾ ചർച്ച ആ, ചെയ്ത് ആ. ഒരു തീരുമാനമായിട്ട് പിരിഞ്ഞാലും ആകാതെ പിരിഞ്ഞാലും ആ വിവരം എഴുതി വെക്കണം. ആ, ഓക്കെ സാർ, താങ്ക് യു. ആ ശരി. ഓക്കെ, അടുത്തത് സാർ, വാസുദേവ് ആർ എസ്. വാസുദേവ്. ആ, ആത്മിക. സാർ എന്താണ് എന്തുവാ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം? പ്രോജക്ട് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം എന്താ? ഏത് അവസാനത്തെയോ? അവസാനത്തെ പ്രോജക്റ്റ് നമ്മൾ പ്രോജക്റ്റ് തുടങ്ങി 8 ആഴ്ചകൾ എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴും. അതിൻ്റെ ഡേറ്റ് പിന്നീട് അനൗൺസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 8 ആഴ്ച കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വല്പം കൂടി നീട്ടുന്ന കാര്യം ആലോചിക്കും. IREയുമായിട്ട് കൂടിയാലോചിച്ചിട്ട് ഞങ്ങളത് സ്വല്പം നീട്ടുന്ന കാര്യം ആലോചിക്കാം. പക്ഷെ അതൊന്നും ഇപ്പോൾ നോക്കണ്ട. ഇപ്പോഴും നിങ്ങൾ വർക്ക് തുടങ്ങുക, എന്നിട്ട് മുന്നോട്ട് പോയിട്ട് വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗം അവസാനിപ്പിച്ച് നമുക്കിത് ചെയ്യാമല്ലോ. പക്ഷേ ഒരു 8 ആഴ്ചത്തെ വർക്ക് കൊണ്ട് നിങ്ങൾ വളരെയധികം മുന്നേറും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. സാർ ഇതിനകത്ത് ഒരു കാര്യം കൂടെ, താങ്ക്സ് സാർ. അവർക്ക് ഇപ്പൊ ഈ പ്രോജക്റ്റ് തുടങ്ങുന്ന സ്റ്റേജിൽ അവർക്ക് വേണമെങ്കിൽ അത് നമ്മൾ greenergy4m3@gmail.com പോസ്റ്റ് ചെയ്താൽ സാർ അതിന്റെ അഡ്വൈസ് തരും, കറക്ഷൻ വല്ലതും വേണോ വേണ്ടെന്നുള്ളത്. ഡീറ്റെയിൽ പ്രോജക്ട് സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ഐഡിയ ആദ്യം ഉണ്ടാക്കുക. ആ ഐഡിയ നമ്മൾ ഇമെയിലായിട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തണോ വേണ്ടേ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ അവസാനം പ്രോജക്റ്റ് മൊത്തം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഉദ്ദേശിച്ച രീതിയിൽ പ്രയോജനം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല സാർ, സാറൊന്ന് വിശദീകരിച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നിങ്ങൾ പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊന്ന് എഴുതി അറിയിക്കണം. അത് നിങ്ങളുടെ കൈപ്പടയിൽ ആ ഗ്രൂപ്പിലിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് ലീഡറെ എലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഗ്രൂപ്പ് ലീഡറെ ഞങ്ങൾക്ക് മെയിലിൽ അയച്ചാൽ മതി. 4 പേരും എഴുതണമെന്നില്ല, നിങ്ങൾ കൂട്ടുക. കാരണം ഈ പ്രോജക്റ്റിൻ്റെ ഇത് 4 പേര് എങ്ങനെയാണ്, 4 പേര് വ്യത്യസ്ത ചിന്താഗതിക്കാരായിരിക്കും. അവരെങ്ങനെയാണ് പരസ്പരം ചർച്ച ചെയ്ത് ഒന്നിച്ച് വർക്ക് ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ വർക്ക് ബുക്കുകളിൽ കൂടി മനസ്സിലാവും. നിങ്ങളുടെ പ്രോബ്ലത്തിൻ്റെ ഷൈനിങ് എത്രമാത്രം ഉണ്ടെന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളത് 4 കൂട്ടരും പ്രത്യേകമായിട്ട് എഴുതിക്കൊണ്ട് നിങ്ങളതൊക്കെ അയക്കുക. ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും മെച്ചപ്പെടുത്തലുകൾ സാധ്യമാണെങ്കിൽ അത് ഞങ്ങൾ ഉടനെ തന്നെ മിക്കവാറും 24 മണിക്കൂറിനകം നിങ്ങൾക്ക് മറുപടി കിട്ടും. നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമെയില് greenenergy4m3@gmail.com എല്ലാ ഗ്രൂപ്പിലും ഇട്ടുണ്ട്. ടീച്ചേഴ്സിനോട് ബന്ധപ്പെട്ടാൽ മതി. അടുത്തത് ആത്മിക പ്രദീപ്. ആരാ ആത്മിക? സാർ, ആ, സാർ, നമ്മൾ ഇപ്പോൾ ഒരു പ്രോബ്ലം കണ്ടെത്തി അതിന്റെ സൊല്യൂഷനും എടുത്തു. അപ്പോൾ ഇതൊരു ഡിവൈസ് ആണെങ്കിൽ അതിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയാൽ മതിയാവോ? മതി. ഓക്കെ സാർ. സാർ, അടുത്തത് ക്രൈസ്റ്റ് കോശി അലക്സ്. ഹലോ സർ, ആ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഞാൻ കൊല്ലത്താ ജീവിക്കുന്നത്. ഈ കൊല്ലം തന്നെ എടുക്കണമെന്നുണ്ടോ ഓരോ ഇഷ്യൂസ് ആയിട്ട്? എന്നുവെച്ചാ വേറെ ജില്ലകളിൽ പോയി നമുക്ക് ഇഷ്യൂസ് നോക്കി വെക്കാൻ പറ്റുമോ? അല്ല, നമ്മൾ ജില്ലയിൽ എവിടെയായാലും വേണ്ടില്ല, നിങ്ങളുടെ വീട്ടിന് ചുറ്റുമുള്ള തന്നെ ആവണമെന്നില്ല. നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തോന്നുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളുമാണ് നമ്മളിതിൽ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് വേറൊരു ജില്ലയിൽ ഇപ്പോൾ പോയി ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു പ്രശ്നത്തിന് വേറൊരു കൺട്രോൾ സ്പെസിമെൻ എന്ന് പറയും. വേറൊരു ജില്ലയിലും ഇതേപോലത്തെ പ്രശ്നമുണ്ടെങ്കിൽ അവിടുത്തെ അളവും എടുക്കാം, ഇവിടുത്തെ അളവും എടുക്കാം. ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്താം. പക്ഷേ തികച്ചും ജില്ലക്ക് പുറത്തായിട്ട് പ്രോജക്റ്റ് എടുക്കുന്നത് ഇപ്പോഴും നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഇതിനകത്ത് വരില്ല. കാരണം നമ്മൾ ഓരോ ജില്ലയ്ക്കും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, IREയും ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ജില്ലയിലത്തെ പ്രശ്നങ്ങളെ ഇവിടെ താമസിക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, കോളേജ് ലെവൽ വരെയുള്ള വിദ്യാർത്ഥികൾ എങ്ങനെ കണ്ടെത്തുന്നു, അതിന് എങ്ങനെ പരിഹാരം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ജില്ലയിൽ തന്നെ നിങ്ങൾ പ്രോജക്റ്റ് ലിമിറ്റ് ചെയ്യണം. പക്ഷേ ജില്ലക്ക് പുറത്തും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ജില്ല ഒഴിവാക്കി ഞാൻ ഇവിടെ എടുക്കില്ല മറ്റെവിടെയേ എടുക്കുള്ളൂ എന്ന് പറയാൻ പാടില്ല. ജില്ലയിലും അതിന് കണക്ഷൻ ഉണ്ടാവണം. ഓക്കെ. അടുത്തത് മുഹമ്മദ് ഫൈസി. ഓക്കെ, ചോദിച്ചോ. വേഗം. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്.
എന്റെ പേര് അജ്മൽ എന്നാ. ആ. സാറേ, നമുക്കിപ്പം കറണ്ട് അഫയേഴ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, കറണ്ട് ആയിട്ട് നടക്കുന്ന പ്രോബ്ലംസ് ഒക്കെ? അങ്ങനെയല്ല, കറണ്ടായിട്ട് നടക്കുന്ന പല പ്രോബ്ലംസും വളരെ കാലമായി കിടക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഇന്നവേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമ്മളെ കോവിഡ് മുതൽക്ക്, ഞാനത് മുമ്പൊരു ക്ലാസ്സിലും പറഞ്ഞാണ്, ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു രോഗം തന്നെ ആരും കേട്ടിട്ടില്ല, ഡോക്ടർമാർ പോലും കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്കതിന് പോംവഴി ഉണ്ടാക്കേണ്ടി വന്നില്ലേ, നമ്മൾ ചെയ്തില്ലേ? അപ്പോൾ എങ്ങനെ നമ്മളെ നാട്ടുകാർക്ക് തന്നെ, അതായത് നമ്മളെ വിദ്യാർത്ഥികൾക്ക്, നമ്മളെ അധ്യാപകർക്ക്, നമ്മളെ ഡോക്ടർമാർക്ക്, നമ്മളെ എഞ്ചിനീയർമാർക്ക് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കും? അവിടെയാണ് നമുക്ക് ഇന്നവേഷൻ വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യിക്കുന്നത്. നമ്മളെ നാട്ടിലുള്ള എല്ലാവരും, ഒരുപക്ഷെ ഓരോ വീട്ടിലുമുള്ള ഓരോ വിദ്യാർത്ഥിയും ഒരു ഇന്നവേറ്ററായി മാറിയാൽ നാളത്തെ ആളുകളുടെ ജീവിതം ബുദ്ധിമുട്ടില്ലാത്തതായിട്ട് മാറും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചില പ്രശ്നങ്ങളൊക്കെ വളരെ കാലമായി നിൽക്കുന്നതാവാം, ചിലത് നമുക്ക് ഇന്നിപ്പം വന്നിട്ടുണ്ടാവില്ല, വരാനിരിക്കുന്നതാവും, അങ്ങനത്തെയും എടുക്കാം. അത് സാർ, ഒരു ഡൗട്ട് കൂടിയുണ്ട്. ആ, നമുക്ക് വേറെ ഡിസ്ട്രിക്റ്റിലുള്ള എടുക്കാം. ഞാനിപ്പം കൊല്ലത്താ ഉള്ള, അന്നേരം നമുക്കിപ്പം എറണാകുളത്ത് അങ്ങനെ ഒരു എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? അല്ല, അതിപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞല്ലോ. ആ, ഓക്കെ ഓക്കെ. ഈ ജില്ലയിലത്തെ ഒരു പ്രശ്നത്തിൻ്റെ കൂടെ അതും കൂടി കണക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ജില്ല എടുക്കാതെ പുറത്ത് മാത്രം എടുത്താൽ നമ്മളെ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം പോയി. നമ്മൾ കൊല്ലം ജില്ലയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തന്നത്. മനസ്സിലായോ? അപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് പോയി എടുത്താൽ അത് ശരിയാവില്ലല്ലോ. ഫിബിയ ഉണ്ടോ? ഫിബിയ അല്ലെങ്കിൽ ശ്രേയസ് നാഥ് ഹലോ സാർ, എന്റെ പേര് ശ്രേയസ് എന്നാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നല്ല ശതമാനം GDP-യില് അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വരുമാനം നമുക്ക് കുറച്ച് ഏറ്റവും തുച്ഛമായേ കിട്ടുന്നുള്ളൂ. അതിന് കാരണം നമ്മൾ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും വെച്ച് അഗ്രികൾച്ചർ വിളവെടുക്കുന്നില്ല. അത് മാത്രമായിരിക്കില്ല, അപ്പൊ അതിനെ ആസ്പദമാക്കി അങ്ങനെയല്ല. ഈ ഒരു ഇതൊരു നല്ലൊരു പ്രശ്നമാണ്. ഏത്? നമുക്ക് ആവശ്യമുള്ള കൃഷി നമുക്ക് ലാഭകരമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നല്ലൊരു പ്രശ്നമാണ്. അത് ലാഭകരമാക്കാൻ വേണ്ടുന്ന രീതികൾ നിങ്ങൾ കണ്ടെത്തുക. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഏതാണ് ഈ ഡ്രോണും മറ്റോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എവിടെയാണ് പോഷക കുറവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് എവിടെയാണ് ബാധിക്കുന്നതെന്ന് നോക്കി അവിടെ മാത്രം ഈ ഇൻപുട്സ് കൊടുക്കുക. ഇതൊക്കെ ആധുനിക ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള രീതികളാണ്. ഇന്ന് നമുക്ക് അതിനുള്ള സൂത്രങ്ങളുണ്ട്, അത് ലഭ്യമാണ്. ചിലപ്പോൾ വെറും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്കിതിലുള്ള പല പരിഷ്കാരങ്ങളും നമുക്ക് വരുത്താൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അന്വേഷണം നിങ്ങൾ തുടങ്ങി വെക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ താമസിയാതെ നമ്മൾ വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളും കൃഷിയിലൊക്കെ വളരെ താല്പര്യമെടുത്തു എന്ന് വരും. അങ്ങനെയാണ് പല രാജ്യങ്ങളിലും ഈ കൃഷി അവർ സ്വയം പര്യാപ്തമായി അവർ കയറ്റുമതി വരെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നുണ്ട്, പഞ്ചസാരയൊക്കെ നമ്മൾ ഒരുപാട് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന്. പക്ഷേ എല്ലാ സാധനങ്ങളും അങ്ങനെയല്ല, ചില സാധനങ്ങളൊക്കെ നമുക്ക് പോരാതെ ഉണ്ട്, അപ്പം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള, പ്രത്യേകിച്ചും നമ്മളെ നാട്ടിൽ ആവശ്യമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളുടെ കൃഷിയിൽ എന്തൊക്കെ രീതിയിലുള്ള ശാസ്ത്രീയ മെച്ചപ്പെടുത്തൽ നമുക്ക് വരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളുടെ അന്വേഷണം. അങ്ങനെ നല്ലൊരു അന്വേഷണമായിരിക്കും അത്. തീർച്ചയായിട്ടും ആ വഴിക്ക് തന്നെ പിന്തുടർന്നോളൂ. സാർ, ഇപ്പം നമ്മൾ കുറച്ച് നാളിന് മുമ്പ് തന്നെ ഈ പ്രൊജക്ട് എടുത്തായിരുന്നു. അതിപ്പോ ഇവിടെ 2 വിഷയത്തിനായിട്ടുള്ളതാണ്, പക്ഷെ അതൊരു ഔട്ടർ സ്റ്റേറ്റ് ഓഫ് കേരള ആ ഒരു ലെവലിലാണുള്ളത്. അപ്പൊ ചേഞ്ച് ചെയ്യണ്ടേ? അത് വേണം. പക്ഷെ ആ പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള ഒരു സ്ഥലത്തേക്ക് എടുത്താൽ മതി. മനസ്സിലായോ? നിങ്ങൾ അവിടെ ഒരു പ്രശ്നം കണ്ടെത്തി അതേ പ്രശ്നം നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലവുമായിട്ട് കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠനം കുറച്ചുകൂടി വലുതാവുന്നത്
അവിടെയും ഇവിടെയും ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കി അതിൻ്റെ ഒരു താരതമ്യ പഠനവും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മുന്തിയ പ്രോജക്റ്റായി മാറി. മനസ്സിലായോ? സാർ ഒരു കാര്യം കൂടെ, ആ. സാർ നമ്മൾ 2 വിഷയത്തിന് യൂസ് ചെയ്യാവുന്നതും കൂടിയാണ്. അപ്പം ആ. അത് വേറെ സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ ഇതെങ്കിലും കേരളത്തിലെ ഒരു കൊല്ലം അവർ കണക്റ്റും കൂടെ ചെയ്യാമല്ലോ. ആ കണക്ട് ചെയ്താൽ മതി. സാർ പിന്നെ എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. അത്രയും പെട്ടെന്ന് ചെയ്യാം. ടീച്ചർമാരെയാണ് ആഡ് ചെയ്യുന്നത്. ടീച്ചർമാരാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന ലിങ്ക്. ഓക്കെ സാർ. അതിൽ ഒരുപാട് ആൾക്കാരുണ്ടോ? 1000-3000-ഓളം ആൾക്കാരില്ലേ, അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ടീച്ചർമാർ ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ യൂട്യൂബ് ചാനലിൽ പോയി ഞാൻ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അത് കയറി കഴിഞ്ഞാൽ പഴയ ക്ലാസ്സൊന്നും കയറി കേൾക്കാം. സാറിന്റെ ക്ലാസ്സുകളൊക്കെ നേരത്തെ ഉണ്ട്. അതുപോലെ തുടർച്ചയായിട്ട് ഇനിയിപ്പം ഒരു 4-5 ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ എല്ലാം കയറി കാണുക, പഠിക്കുക. ഇത് ലേണിംഗ് പ്രോസസ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിലെ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. ഇതുവരെ ഒരിക്കലും ഒരു പ്രോജക്റ്റ് ആരും ചെയ്തിട്ടില്ല. ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒരു ആഗോള പ്രതിസന്ധി അതിജീവിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ടീച്ചർമാരെ ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ കയറി ആ മെസ്സേജ് നോക്കണം. കാരണം ഓരോ തവണ എല്ലാവരും വിളിക്കാൻ പറ്റില്ല, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പ് കയറി നോക്കും. ടീച്ചർമാരെ ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങളെ സമ്മർദ്ദം ചെയ്തുകൊണ്ടിരിക്കുക ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ പറയാനായിട്ട്. ലക്ഷ്മി സാർ പറയൂ, ചോദിച്ചോളൂ. ആരാണ്? സാർ ഞാൻ അഭിനവ്. നമ്മളിപ്പോ ഈ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം കിട്ടത്തില്ല. നമ്മൾ ഒരു ദിവസം ഒരു പ്രോബ്ലം കിട്ടത്തില്ലേ? അപ്പൊ അന്നത്തെ ഡയറി പോലെ എഴുതിയിട്ട് അത് അന്ന് തന്നെ നമ്മൾ ആ സൊല്യൂഷൻ എഴുതണം. ഒരു പ്രോബ്ലം കിട്ടുന്നില്ല ഇങ്ങനെയാണോ പറഞ്ഞത്? അല്ല, നമുക്ക് ഒരു ദിവസം ഒരു പ്രോബ്ലം കിട്ടും. അപ്പൊ നമ്മളത് നമ്മളെ ഡയറി പോലെ എഴുതിയിട്ട് അന്ന് തന്നെ അതിന്റെ സൊല്യൂഷനും അതിന് കൂടെ തന്നെ എഴുതണോ? ഇല്ല, സൊല്യൂഷന് പിന്നെയും സമയമുണ്ട്. ഉടനെ ഇപ്പൊ ആദ്യം വേണ്ടത് നിങ്ങൾ പ്രോബ്ലം കണ്ടെത്തി അത് എഴുതി ഞങ്ങളെ അറിയിക്കുക എന്നുള്ള ആണ് ആദ്യത്തെ ഘട്ടം. അത് കഴിഞ്ഞാലേ നിങ്ങൾ പ്രോജക്റ്റ് തുടങ്ങുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പ്രോജക്റ്റ് തുടങ്ങി 8 ആഴ്ച കഴിഞ്ഞിട്ട് മതി അതിൻ്റെ സൊല്യൂഷൻ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ സൊല്യൂഷൻ വർക്കൗട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് പിന്നെയും ചിലപ്പോഴാ നിങ്ങൾ ഒരിക്കൽ ചെയ്ത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട വേറൊരു രീതി ഉണ്ടെന്ന് കാണുമ്പോൾ നിങ്ങളത് മാറ്റി ചെയ്യും. അതൊക്കെയാണ് ഈ ഇന്നോവേഷൻ്റെയും ഇൻവെൻഷൻ്റെയും ഭാഗമാണ്. അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിൽ കണ്ടത് തന്നെ വിജയിച്ചോളണമെന്നില്ല. അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ മാറ്റും. കേൾക്കൂ, പ്രോബ്ലം മാത്രമായിട്ട് എഴുതിയാൽ മതിയോ? ആദ്യം എഴുതി അയക്കേണ്ടതാണ്. വേണ്ടു നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ ഒന്നും ആദ്യം എഴുതി അയക്കരുത്. അയച്ചു കഴിഞ്ഞാൽ അത് ഇന്നോവേഷൻ അല്ല. കാരണം നിങ്ങൾ വർക്ക് ചെയ്തിട്ട് വേണം ഇതിന് ഉത്തരം കണ്ടെത്താൻ. ആദ്യമേ നിങ്ങൾ ഉത്തരം തന്നു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ പഴയ ഒരു സംഗതിയല്ലേ, പഴയ അറിവ് അതേപടി ഉപയോഗിക്കുന്നതിന് ഇന്നോവേഷൻ എന്ന് പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഉത്തരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും നിങ്ങളെ കയ്യിൽ വെക്കുക. ഇപ്പൊ ചോദ്യം ഉത്തരം പ്രശ്നം മാത്രം തരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് ഇപ്പൊ നിങ്ങൾ കണ്ട ഉത്തരം ഒരുപക്ഷെ അത് തന്നെയായിരിക്കും അവസാനം. ചിലപ്പോഴും നിങ്ങളത് മാറ്റിയെന്ന് വരും. അതിനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട്. 8 ആഴ്ചകൾ ഏതാണ്ടുണ്ട്. സാർ ഈ നമ്മള് ഈ സ്കൂളിൽ പറഞ്ഞത് പ്രകാരം ഈ പ്രൊജക്ട് തുടങ്ങുന്നത് 2025 ജനുവരി 6-നാണ്. അന്ന് തന്നെ നമ്മളത് കുറച്ച് എഴുതി നോട്ട് എഴുതി ഇതിന്റെ വിഷയം എഴുതുകയും പിന്നെ എന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അത് ഞങ്ങൾ അറിയിച്ചോ ഈ പ്രോബ്ലം? ഇല്ല. ഇമെയിലായിട്ട് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ സജഷൻസ് ഇമെയിലിൽ അറിയിക്കണം. അത് കുഴപ്പമില്ല. ഇമെയിൽ നിങ്ങൾ ടീച്ചർക്ക് അറിയാം, എല്ലാ ഗ്രൂപ്പിലും ഇട്ടുണ്ട്. ഗ്രീൻ എനർജി ഫോറം ടീച്ചറോട് അത് റിപ്പോർട്ട് ചെയ്യാൻ പറയൂ ഉടനെ. എന്നിട്ട് പ്രവൃത്തി തുടർന്നോളൂ, കുഴപ്പമില്ല. ഈ ക്ലാസ് എന്നൊക്കെ കാണും? അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ വെളിയിൽ നിന്നുള്ള ഒരുപാട് ഉന്നതരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെയൊക്കെയാണ് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. അപ്പൊ അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ടൊക്കെ പറ്റുള്ളൂ. എങ്ങനെയായാലും മിക്കവാറും 1-2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്, ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 ക്ലാസ് ഒക്കെ ഉണ്ട്. 1.5 മണിക്കൂർ വീതം 2 ആളുടെ
പ്രഭാഷണം ഉണ്ടായി എന്ന് വരും. അപ്പോൾ അത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു ലൈനിൽ വന്ന് ഞങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ തുടങ്ങിയെന്ന് അറിയിക്കണ്ടേ? അപ്പോഴല്ലേ അവരെ വിളിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഇത്രയും പേര് കയറിയത് കൊണ്ട് എനിക്കിപ്പോൾ ധൈര്യമായി മറ്റന്നാൾ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു സ്പീക്കറെ ഞാൻ ഇറക്കും. അപ്പം നാളെ അതിനെ അറിയിക്കും. പക്ഷെ നിങ്ങൾ ദിവസവും ഇത് നോക്കിയാലേ പെട്ടെന്നൊരു ക്ലാസ് വരുന്നുണ്ടെന്നുള്ള അറിയുള്ളൂ. ഇതുപോലെ 3-4 ദിവസം നോട്ടീസൊന്നും തരാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി പ്രോജക്റ്റിൻ്റെ ഒരു ഘട്ടം കഴിയുന്നത് വരെയും ദിവസേന നിങ്ങൾ ടീച്ചറോ നിങ്ങളോ ഈ നോക്കണം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ദിവസേന നോക്കണം. നമ്മള് ഈ പിന്നെ UPS ഹൈസ്കൂള് കോളേജ് 3 ഗ്രൂപ്പ് ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും ഉണ്ട്. ഈ ഓരോ ഇൻഫർമേഷൻ ആ ഗ്രൂപ്പ് ഇടുന്നു. നിങ്ങൾ ടീച്ചർമാരല്ല അതിനകത്ത് മെമ്പേഴ്സാണ്. ടീച്ചർമാരെ മാത്രം ബന്ധപ്പെട്ടാൽ മതി, അവരെ തരുന്നത്. പക്ഷെ അവര് വല്ലപ്പോഴും നോക്കാൻ വേണ്ടി നിത്യസമ്മതം ചെയ്യണം. ആരും വിട്ടുപോരുത്. യൂട്യൂബ് ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. എൻ്റെ ഉണ്ട്, ഞാൻ ഗ്രൂപ്പ് ഇട്ടേക്കാം. അതിനകത്ത് ഒരുപാട് ഇതുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇടും. ഈ ടോക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇടും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരോ എന്തോ ചോദിക്കണമായിരുന്നല്ലോ. ചോദിക്കൂ. ആരാണോ? നിങ്ങൾ നേരത്തെയും ചോദിക്കണോ? ഫെബിയ. സാർ, നമുക്ക് എത്ര പ്രോബ്ലം വേണേലും ചെയ്യാവോ? അതോ ഒരു ടീം ഒരു പ്രോബ്ലം അങ്ങനാണോ? ഒരു ഗ്രൂപ്പിന് ഒരു പ്രോബ്ലം. നമുക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും എടുക്കാം, അല്ലാതെ അതെ, ഏത് പ്രോബ്ലം വേണം വെച്ചെടുക്കാം. പ്രോബ്ലം എടുക്കുന്ന പരിപൂർണമായും നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ സാർ, ഓക്കെ. അത് ഞങ്ങൾ അറിയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അറിയിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ ഗ്രൂപ്പ് പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ അറിയിച്ചിരിക്കണം പ്രോബ്ലം എടുത്തു കഴിഞ്ഞ ഉടനെ. സാർ, ചില പ്രോബ്ലംസ് നമ്മുടെ സറൗണ്ടിങ്സിൽ ചില പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷൻ ഇല്ലാതാകാമല്ലോ. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഈ ബുക്കിൽ മെൻഷൻ ചെയ്യണം. അങ്ങനെ സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഇല്ല. കോസ്റ്റ് കൂടുന്നത് അത് നിങ്ങൾക്ക് പറയാമല്ലോ. ഇതിന് ഞങ്ങൾ കാണുന്ന ഒരു സൊല്യൂഷൻ ഇതാണ്, പക്ഷെ അതിന് വലിയ കോസ്റ്റ് ആവുന്നത് കൊണ്ട് ഇത് നടപ്പാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് കുറഞ്ഞ ഒരെണ്ണത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഗവൺമെന്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെയോ ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ എഴുതി അയക്കുക. ജഡ്ജിമാർക്കും അത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ഏതെങ്കിലും കമ്പനികളോടോ അല്ലെങ്കിൽ IREയോട് തന്നെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനോടോ അത് ചെയ്യാൻ പറയും. ഉടനെ അല്ലെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ആ പ്രോജക്റ്റ് നിങ്ങളുടെ സൊല്യൂഷൻ അത് നടപ്പാക്കിയിരിക്കും. ഞാൻ നേരത്തെ കൊല്ലത്തെ ഗ്രൂപ്പിൽ ആദ്യം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കൊല്ലത്തെ നമ്മുടെ എന്താണ് സർക്കിളിൻ്റെ പേര്, കൊല്ലം ചിന്നക്കടയിലെ ഒരു റൗണ്ട് ഉണ്ടല്ലോ. ആ റൗണ്ട് പണ്ട് ഞങ്ങൾ എനർജി കൺസർവേഷൻ സൊസൈറ്റിയുടെയോ മറ്റോ ഒരു പ്രോജക്റ്റ് ഇതുപോലെയുള്ള ക്ലബിന്റെ പ്രോജക്റ്റിൽ 4 കുട്ടികൾ കൂടിയിട്ട്, കൊല്ലത്തെ 4 കുട്ടികൾ കൂടിയിട്ട് സജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായാൽ മാത്രമേ ചിന്നക്കടയിലത്തെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. പണ്ട് എന്തൊരു കുഴപ്പമായിരുന്നറിയോ. അത് മെച്ചപ്പെടുത്തി അവരുടെ സജഷനാണ്. ഇവിടെ നടപ്പാക്കാൻ എത്രയോ 5-8 കൊല്ലം കഴിഞ്ഞു, പക്ഷെ നടപ്പാവും. ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോളൂ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇവിടെ ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്, ഒന്ന് വേണേൽ നോട്ട് ചെയ്തോ. ആ ചാനലിൽ നമ്മൾ എല്ലാ പ്രോഗ്രാം റെക്കോർഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് സൗകര്യം അത് നോക്കി മനസ്സിലാക്കാം. അതെ, ഓൾറെഡി നമ്മൾ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ആ ചാനലിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാരണം ഇപ്പൊ നോക്കിയാൽ അറിയാനാവും. ഇനി ചോദ്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കാം, സമയം ഒരുപാടായി. ഹലോ സർ, നമുക്ക് ഒന്നിലധികം ഓരോരുത്തരും പ്രോബ്ലം മെയിൽ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഏതാ ബെറ്റർ എന്ന് ഒരു ഗ്രൂപ്പ് അല്ല നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ 2 എണ്ണം കണ്ടിട്ടുണ്ട്, അല്ലെ 3 എണ്ണം കണ്ടിട്ടുണ്ട്, ഇതിൽ ഏതായിരിക്കും നല്ലതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ 3ന്റെയും സാധ്യതകളെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് ചെയ്യാം. പക്ഷെ ഒരു ഗ്രൂപ്പ് ഒരു പ്രോജക്റ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സെലക്ട് നേരത്തെ പറഞ്ഞല്ലോ, ഗ്രൗണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ചെയ്യാൻ പറ്റാത്തത് ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ ആക്കിയിട്ട് അതിന് ചെലവ് കൂടും, അല്ലെങ്കിൽ കൂടുതൽ സമയം വേണം,
അങ്ങനെയുള്ള കാലം. അപ്പോൾ ഒരു പ്രത്യേക മഴക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം എടുത്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത മഴക്കാലം വരണ്ടേ, അതുവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കാരണം പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ വിവരിച്ചാൽ മതി. അതിനെ ജഡ്ജിമാർ അത് വായിച്ചു നോക്കി ഇത് എങ്ങനെയുണ്ട് എന്ന് അവർ തീരുമാനിക്കും. സാർ ഈ മെയിൽ എന്തിന്റെ എങ്ങനെയാ മിസ് പറഞ്ഞു തരുമോ? ഇപ്പൊ ചാറ്റ് ബോക്സ് നോക്കാം, greenenergyforum3@gmail.com. ഇതിൽ നിങ്ങളെ പ്രോജക്റ്റ് അയച്ചാൽ ഞങ്ങൾ അപ്പൊ തന്നെ മറുപടി അയച്ചു. സാർ അതിനകത്ത് അപ്പോഴേ മറുപടി തരും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി. നമ്മൾ കൊല്ലത്ത് ഇതുപോലെ പല പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ ചില സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ അഡ്വൈസ് വെച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുപോയാൽ. ഓക്കെ, ഇമെയിൽ ഇതാണ് greenenergyforum3@gmail.com. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ. അതുപോലെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഞങ്ങളിപ്പോ ക്ലാസ് വെക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നിപ്പം 6:30 മണിക്കാണ് ക്ലാസ് വെച്ചത്. നിങ്ങൾക്ക് എത്ര മണിക്ക് തുടങ്ങുന്ന സൗകര്യം? നോർമലി നമ്മൾ വീക്കെൻഡ് ആണ് പ്ലാൻ ചെയ്യുന്നത്, പക്ഷേ ഇത്രയും ക്ലാസ് തീർക്കണ ചില ബുദ്ധിമുട്ട് വരും. ഏത് സമയമായിരിക്കും നല്ലത്? കുട്ടികളോട് ചോദ്യം. കുട്ടികളോട് അവരുടെ നിർദ്ദേശം ആരെങ്കിലും 2-3 പേര് സമയം സജസ്റ്റ് ചെയ്യോ നിങ്ങൾക്ക്? ഒരു 7 മണിയായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? രാത്രി 7 മണി. നല്ലത്. ഓക്കെ, ശരി. ഓക്കെ, സാർ 7 മണി 7:30. അത് കുഴപ്പമില്ല. 7 മണിക്ക് തുടങ്ങാൻ ക്ലാസ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് 7 മണിക്ക് നമുക്ക് 7 മണി ഒരു കൊള്ളാവുന്ന സമയമാണ്. 7 മണി to 8 മണി 8:30 ആകുമ്പോ. ഓക്കെ, 8:30. അല്ല, അത് ആവശ്യം പോലെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് 8:30 വരെ പോകാം, ഇല്ലെങ്കിൽ 7 വരെ. ഇനി നിർത്തുകയാണ്. ഞാൻ ഇന്ന് ഒരുപാട് വലിയൊരു മീറ്റിംഗ്, ചർച്ചായോഗം കഴിഞ്ഞ് ഓടി വന്നിട്ടാണ് ഇതിൽ കയറി വന്നത്. മുഹമ്മദ് ഫൈസി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. മുഹമ്മദ് ഫൈസി, പ്ലീസ്. ഉണ്ടോ മുഹമ്മദ് ഫൈസി? വിട്ടോളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ കൊല്ലം ജില്ലയുടെ കോർഡിനേറ്റർ ഡോക്ടർ ശ്രീ അനിത ശങ്കർ ആണ്. നേരത്തെ കൊല്ലം എസ് എൻ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു. ഓട്ടോ താങ്ക്സ് പറയാനായിട്ട് ഞാൻ ഡോക്ടർ അനിത ശങ്കറിനെ ക്ഷണിക്കുന്നു, പ്ലീസ്. എല്ലാവർക്കും കേൾക്കാവോ? ഞാൻ എല്ലാവർക്കും നമസ്കാരം. എത്രയും ബഹുമാനായ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ വി കെ ദാമോദരൻ സർ, സ്റ്റേറ്റ് കോർഡിനേറ്ററായ പ്രിയപ്പെട്ട രത്നകുമാർ സർ, നമ്മളുടെ പ്രിയപ്പെട്ട പ്രൊഫസർ ലീല മേരി കൊച്ചി മാം തുടങ്ങി ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മെന്റർ ടീച്ചേഴ്സ്, ചുറുചുറുക്കുള്ള മിടുമിടുക്കന്മാരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത്. കാരണം മിടുമിടുക്കരായ കുഞ്ഞുങ്ങൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ സംശയങ്ങൾ, ഓരോരുത്തരും മിടുമിടുക്കരാണ്. നമ്മുടെ ആമിനയുടെയും വസുദേവിന്റെയും ആത്മികയുടെയും, എനിക്കറിയത്തില്ല, അജ്മൽ, ഇങ്ങനെ തുടങ്ങിയ എല്ലാവരും, ശ്രേയസ് തുടങ്ങിയ എല്ലാവരും നല്ല കാര്യങ്ങൾ നന്നായിട്ട് പ്രോജക്റ്റിന്റെ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ സംശയങ്ങൾ ചോദിക്കുന്ന കേട്ടപ്പോൾ ശരിക്കും നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയാണ് തോന്നിയത്. കാരണം നമ്മുടെ നാടിന്റെ ഭാവി ശരിക്കും ഈ കുഞ്ഞുങ്ങളുടെ കൈകളിലാണ്. ഈ കുഞ്ഞുങ്ങളിൽ കൂടെ നമുക്ക് പലതും പ്രതീക്ഷിക്കാം. ഇവരെല്ലാവരും ഒന്നിനൊന്നും മിടുക്കരാണ്. ഇവരെല്ലാവരും വളരെ ഗൗരവമായിട്ട് ഈ പ്രോബ്ലത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. അവർക്ക് സൊല്യൂഷൻസും, അവർക്ക് എന്തൊക്കെ സംശയങ്ങളാണുള്ളത്. ശരിക്കും ദാമോദരൻ സാറിന് സന്തോഷിക്കാം. സാറിന്റെ ഈ എന്താണ് സ്വപ്ന പ്രോജക്റ്റ് വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും അവരെ കൊണ്ട് തന്നെ അതിനെ സൊല്യൂഷൻസ് കണ്ടുപിടിപ്പിക്കാനും ഒക്കെയുള്ള ഒരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആണ് ഇന്ന് ഇവിടെ നടന്നത്. അതുപോലെ തന്നെ സാറ് പറഞ്ഞു, ഈ പ്രശ്ന പരിഹാരം എന്ന് പറഞ്ഞാൽ 4 പേര് ഒന്നിച്ചിരുന്ന് ഒരേ മനസ്സോടെ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഗുണപരമായ മാറ്റം
അവരുടെ ആറ്റിറ്റ്യൂഡിലും അവരുടെ ക്വാളിറ്റി എല്ലാത്തിനും ഉണ്ടായ ഒരു മാറ്റം, അങ്ങനെ ആ മാറ്റത്തിലൂടെ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള സ്വപ്ന പദ്ധതി തീർച്ചയായിട്ടും ഇത് വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിന് വേണ്ട മോട്ടിവേഷനും എല്ലാ വിധത്തിലുള്ള സഹായവും ഓരോ നിമിഷവും ഇതിനു വേണ്ടി നമ്മളെ എന്താണ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ സ്നേഹമുള്ള ഡോക്ടർ വി കെ ദാമോദരൻ സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ എന്താണ് അറിയില്ല സാറേ, വീഡിയോ കാണുന്നില്ല. വീഡിയോ ഓൺ ചെയ്തേക്കോ, പക്ഷെ വീഡിയോ ക്യാമറയുടെ ആംഗിൾ തെറ്റിയാണെന്ന് തോന്നുന്നു. അത് എവിടെയോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സാർ. ക്യാമറ ടിൽറ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് മാത്രം ഇങ്ങനെ ഓരോ നിമിഷവും ആത്മസമർപ്പണം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കോർഡിനേറ്ററോടുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ടീച്ചേഴ്സ് ലീലാമേരി കോശി മാമിനോട് പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ IREയുടെ റെപ്രസെന്റേറ്റീവ്സിനോടും ഒക്കെയുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന മെന്റേഴ്സ്, അവരുടെ സേവനം, അവരുടെ ആ കുഞ്ഞുങ്ങളെ ഇത്രയും പേര് 220 പേരാണ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. 220. അപ്പൊ അത് കാര്യമാണ്. അത്രയും പേരെ മോട്ടിവേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിൽ നമ്മുടെ മെന്റർ ടീച്ചേഴ്സിനുള്ള പങ്ക് വളരെ വലുതാണ്. എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. പിന്നെ ഏറ്റവും മിടുമിടുക്കരായ എൻ്റെ മക്കൾ, കുഞ്ഞുങ്ങൾ, എന്തൊരു മിടുക്കരാണ് മക്കളെ നിങ്ങൾ. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ. നിങ്ങളാണ് ഈ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. യു ആർ ദ അംബാസിഡേഴ്സ് ഓഫ് ചേഞ്ച്. യു ആർ ദ അംബാസിഡേഴ്സ് ഓഫ് നോളജ്. കേട്ടോ, സാധാരണക്കാരൊന്നുമല്ല. യു ആർ ദ അംബാസിഡേഴ്സ് ഓഫ് ചേഞ്ച് ആൻഡ് നോളജ്. ഒത്തിരി പ്രതീക്ഷ. മക്കളെ എല്ലാ നന്മകളും നേരുന്നു. എന്റെ കോളേജിലെ മക്കളും ഉണ്ട് ഇതിനകത്ത്. അവർക്ക് കൂടുതൽ ജില്ലയിലും അവരിന്ന് ഉച്ചയ്ക്ക് ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. അവര് 6 ഗ്രൂപ്പും അവരുടെ പ്രോജക്റ്റ്, അവരുടെ പ്രോബ്ലം ഒക്കെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. പക്ഷെ അവർ ഇന്നിപ്പോ ഇവിടെ ഒന്നും മിണ്ടിയില്ല. സാരമില്ല, ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം. നമുക്കിതൊരു വലിയൊരു വിജയമാക്കണം. അങ്ങനെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവും നന്ദിയും അർപ്പിക്കുന്നു. ദാമോദരൻ സാറിനോട് പ്രത്യേകം പറയാനുള്ള സാറിന്റെ ഈ സ്വപ്ന പദ്ധതി വിജയത്തിൽ എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമ്മളൊരു അനൗൺസ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു യൂട്യൂബ് ചാനൽ ഇതിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. നമ്മളിപ്പോ ചാറ്റ് ബോക്സ് കൊണ്ട് ഇത് കൂടാതെ തന്നെ ഗ്രൂപ്പിൽ അറിയിക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഡെയിലി നിങ്ങൾ ടീച്ചർമാരെ ഫോളോ അപ്പ് ചെയ്തിട്ട് അവര് ഈ വരുന്ന അപ്ഡേറ്റ് ഇൻഫർമേഷൻ നിങ്ങൾ അവരിൽ നിന്ന് വായിക്കണം. കാരണം നമുക്ക് ഓരോരുത്തരെയും നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. കാര്യം കുട്ടികളെല്ലാം കൂടെ 10,000-2000 കൂടുതൽ ആൾക്കാരുണ്ട്. എല്ലാവരെയും ബന്ധപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. സാറ് പറഞ്ഞ പോലെ വളരെ ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരൊക്കെ പങ്കെടുക്കുന്ന പല ടോക്കുകൾ ഇതിനകത്ത് വരും. നിങ്ങൾക്ക് ഞങ്ങളുടെ സംസാരിക്കുന്ന അതേ സ്വാതന്ത്ര്യത്തിന് അവരോട് സംസാരിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ആലപ്പുഴ ജില്ലയിലുള്ള ടീച്ചേഴ്സിനോടും ഒരു പ്രത്യേക അറിയിപ്പ് എന്താ വെച്ചാൽ, നിങ്ങൾ ഇതിനകത്ത് നമ്മളെ ഈ വർക്ക് ബുക്ക് എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. പല കുട്ടികളുടെയും സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ലിസ്റ്റ് തരാത്ത നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അടുത്ത ആഴ്ച ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ബുക്കിൽ എഴുതാൻ പറ്റുള്ളൂ. ബുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ബുക്കാണ്. അത് നിങ്ങളെ ടീച്ചർമാരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗിൽ നമ്മൾ ഗ്രീൻ എനർജി ഫോറത്തിന്റെ സീനിയർ മെമ്പേഴ്സ് പലരും പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർ SP ശ്യാമള ഉണ്ടായിരുന്നു. അതുപോലെ ട്രഷറർ സുരേഷ് കുമാർ ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത്. സാറുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. നമുക്ക് തൽക്കാലം നിർത്താം അല്ലേ? ടീച്ചർ പറഞ്ഞ പോലെ വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. വളരെ കൊച്ചു കുട്ടികളുടെ ആ സംശയങ്ങളും അവരുടെ താല്പര്യവും വളരെ മോട്ടിവേറ്റ്. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ദാമോദരൻ സാറിന് നമുക്കെല്ലാം അഭിമാനിക്കാം. നല്ല പ്രതീക്ഷയുണ്ട് ഇവർ. മാത്രമല്ല ഇത് 2 ജില്ലയിലാണ് നമ്മൾ നടത്തുന്നത്. 2 ജില്ലയാണ്. വലിയൊരു മെയിൻ പ്രോജക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആയിരിക്കും. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഞങ്ങൾ 96 എനർജി കൺസർവേഷൻ ക്ലബ്ബ് കൊല്ലത്ത് തുടങ്ങിയതാണ്. ഞാനും ദാമോദരൻ സാറൊക്കെ ചേർത്ത് തുടങ്ങിയതാണ്. അത് അവസാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് ആദ്യമായിട്ട് വന്നത് നമ്മളെയാണ്. തീർച്ചയായിട്ടും അതേ പാരമ്പര്യം തന്നെ നമുക്ക് ഈ പ്രോജക്റ്റ്
നിർത്താൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഇതിൽ സെർച്ച് ചെയ്തിട്ടും നിങ്ങൾ മെറ്റീരിയലൊക്കെ സെർച്ച് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. ഞങ്ങൾ ഈ പറയുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് കാർബൺ ന്യൂട്രൽ ഇപ്പൊ എൻ്റെ തോന്നുന്നുണ്ട് ടീച്ചേഴ്സ് പറഞ്ഞു അവർക്ക് എക്സിബിഷൻ അറേഞ്ച് ചെയ്യണം സ്കൂളിൽ. നിങ്ങൾക്ക് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മളെ ഗൂഗിളിലോ കയറിയിട്ട് കൺസേൺഡ് ഫോട്ടോഗ്രാഫ്സോ ആക്ടിവിറ്റീസ് ഒക്കെ അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് എക്സിബിഷൻ നടത്താം. നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുന്നതിൽ പോലും നിങ്ങളുടെ സ്കൂളിൽ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം, അവർക്കൂടെ അവയർനെസ് കിട്ടത്തക്ക രീതി. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ആമോറ സാറിനും ഡോക്ടർ സാറിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് നമ്മൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ടു ആൾ. Thank you. Good night to all. Good night. ഇതേ മോട്ടിവേഷൻ നിങ്ങൾ അടുത്ത ക്ലാസ് Thank you, sir.